नमः सुन्दरनाथाय तस्मै हालास्यवासिने चतुष्षष्टिविधा लीला येनाकारि भुवस्थले ऐश्वर्यं परमं तत्त्वमादिमध्यान्तवर्जितम् आधारं സർവഭൂതാനാം അനാധാരം അവിക്രിയം. നമഃശിവായ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം സിദ്ധൻ്റെ ലീലകൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്തത് പറഞ്ഞു വെച്ചത് 28ാമത്തെ ലീലയാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇത്രയും കഥകൾ കേട്ടപ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലായി. ശിവൻ എന്ന ആ തത്വത്തിന്, തത്വം എന്ന് വിളിക്കാം, തത്വം, അതിന് 2 ആസ്പെക്ട്സ് ഉണ്ട്, 2 തലങ്ങളുണ്ട്. അതിൽ ഒന്ന് രൂപമില്ലാത്ത ചിദാകാശ സ്വരൂപം, രണ്ടാമത്തത് രൂപമുള്ള ഒരു സ്വരൂപം. അപ്പോൾ ഇത് തന്നെ നമ്മൾ സുന്ദരേശലിംഗം ഈ കഥകളിലെല്ലാം പറയുന്നത് ഈ സുന്ദരേശലിംഗം മൂലലിംഗത്തിൽ നിന്നും ഭഗവാൻ നിമിഷാവതാരമായി അവതരിച്ച് പുറത്തേക്ക് വരുന്നതാണെന്ന് കാണുന്നത്. അപ്പം ഇന്നലെ നമ്മൾ സിദ്ധൻ്റെ കഥ പറഞ്ഞപ്പോഴും ആ മൂലലിംഗത്തിൽ നിന്നാണ് സിദ്ധൻ ഇത്രയും ലീലകളാടാൻ പുറത്തേക്ക് വരുന്നത്. ഇത് നമ്മളുടെ സ്വരൂപത്തിൻ്റെ തന്നെ ഒരു എന്താണെന്നുള്ളതിനുള്ള ഒരു ക്ലൂ ആണിത്. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഓരോരുത്തർക്കും 2 തലങ്ങളുണ്ട്. ഒന്ന് ഈ പുറത്ത് ഈ കാണുന്ന രൂപം, രണ്ടാമത്തത് യഥാർത്ഥത്തിലുള്ള സ്വരൂപം, രൂപമെടുക്കാത്ത ബോധസ്വരൂപം. അതാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ബോധസ്വരൂപത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന കുറച്ച് നിഴലുകളാണ് ഈ കാണുന്ന രൂപങ്ങളെല്ലാം. കാരണം എന്താ വെച്ചാൽ ഈ രൂപങ്ങളെല്ലാം നമ്മളൊരു കണ്ണടച്ചാൽ അപ്രത്യക്ഷമാകുന്നതേ ഉള്ളൂ. ഈ 2 പോളകൾ തന്നിരിക്കുന്നതിനാണ്. അത് കണ്ണടച്ചു കഴിഞ്ഞാൽ ഈ രൂപങ്ങളെല്ലാം അപ്രത്യക്ഷമായി അല്ലേ. ചെവി അടച്ചു കഴിഞ്ഞാൽ ശബ്ദങ്ങളും പോയി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം വന്നു പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ രൂപമില്ലാത്ത ഒരു വസ്തുവിൽ ഉണ്ടെന്ന് തോന്നുന്ന രൂപങ്ങളാണ് ഈ ശരീരങ്ങളും നാമരൂപങ്ങളെല്ലാം. അപ്പൊ ശിവന്റെ 2 ആസ്പെക്റ്റ് ആണ്. ഒന്ന് രൂപമെടുക്കാത്ത അൺമാനിഫെസ്റ്റ് എന്ന് പറയും. ആ അൺമാനിഫെസ്റ്റ് ആയിട്ടുള്ള ഫോംലെസ് അവയർനെസ് ആണ് ഒരു ആസ്പെക്ട്. 2 രൂപമില്ലാത്ത ബോധം. എല്ലാം അറിയുന്നവൻ എന്ന് നമ്മൾ പറയും. എല്ലാം അറിയുന്നവൻ ദൈവം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടില്ലേ. അതിലൊക്കെ വളരെ ഉള്ളിൽ വളരെ ഡീപ്പായിട്ടുള്ള മീനിങ് ഉണ്ട്. അപ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഭഗവാൻ ബോധസ്വരൂപനായി. നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ബോധം ഒരേ ബോധമാണ്. ഓരോരുത്തരുടെ ഉള്ളിലും വേറെ വേറെ ബോധമൊന്നുമില്ല. എല്ലാവരുടെ ഉള്ളിലും ഒരേ ഒരു വസ്തു ബോധം ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രകടമായ ഭാവം എന്താണ്? അഹം, ഞാനുണ്ട് എന്ന് ഓരോ ജീവനിലും ഉച്ചത്തിലൊരു മുഴങ്ങുന്നുണ്ട്. ആരാണിത് പറയുന്നത്? അതൊരു വാക്കുകളായിട്ടില്ല. ഇറ്റ്സ് എ ഫീലിംഗ് അല്ലേ, ഇറ്റ്സ് എ നോയിങ്. അപ്പൊ ഇതാണ് പ്രത്യക്ഷമായിട്ടുള്ള പ്രകടനം, ഞാനുണ്ട് എന്നുള്ള ആ അറിവ്. അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ ശിവഭഗവാനെ പറ്റി പറയുന്നതെല്ലാം നമ്മളുടെ സ്വരൂപത്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ മൂലലിംഗം എന്ന് പറയുമ്പോൾ ഈ മൂലലിംഗം നമ്മുടെ ആത്മാവിനെയാണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സ്വരൂപത്തിനെയാണ്. നമ്മുടെ സ്വരൂപമാണ് ഈ മൂലലിംഗം. നമ്മളും അതേപോലെ ഈ ഇന്നലത്തെ പോലെ സിദ്ധന്റെ ലീലകൾ പറഞ്ഞതുപോലെ നമ്മളും ഇതുപോലെ ആ സ്വരൂപത്തിൽ നിന്ന് വന്നിട്ടുള്ള ലീലകളാടാൻ വന്നിട്ടുള്ള വേഷങ്ങളാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ശിവോഹം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു തരത്തിലും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ആവശ്യമാണ്. ഈ കഥകളിലൂടെയൊക്കെ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ ഭഗവാൻ ഗൃഹസ്ഥനായും ഭക്തന്മാർക്ക് രക്ഷകനായും ഭരണാധികാരിയായും എല്ലാ വേഷങ്ങളും ചെയ്യുമ്പോഴും ഭഗവാന്റെ മൂലലിംഗത്തിന് ആ സ്വരൂപത്തിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. അപ്പോൾ
ഇനി 22ാമത്തെ ലീല നമ്മൾ ഇന്നലെ പറയാൻ വിട്ടുപോയ ഒരു കഥയാണ് മദയാനയുടെ സംഹാരം എന്ന് പറഞ്ഞിട്ട്. ഇന്നലെ കരിമ്പ് തീറ്റിച്ച കഥ പറഞ്ഞു, കല്ലാനയെ കൊണ്ട് കരിമ്പ് തീറ്റിച്ച കഥ, സിദ്ധന്റെ കഥ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വരേണ്ട കഥയാണ് മദയാനയുടെ സംഹാരം എന്ന് പറഞ്ഞിട്ട് 22ാമത്തെ ലീല. ആ 22ാമത്തെ ലീലയില് ഈ വിക്രമപാണ്ഡ്യൻ എന്ന രാജാവാണ് രാജ്യം ഭരിക്കുന്നത്. അപ്പൊ പാണ്ഡ്യ രാജാവ് വിക്രമപാണ്ഡ്യൻ. അപ്പൊ രാജാവ് രാജ്യം ഭരിക്കുകയാണ്, വളരെ നന്നായിട്ട് രാജ്യം ഭരിക്കുകയാണ്, എല്ലാവരും സന്തുഷ്ടരായിരിക്കുകയാണ് പ്രജകളൊക്കെ. അത് കണ്ടിട്ട് അസൂയ മൂത്ത ചോള രാജാവ് ചോള ഭരണകൂടം ഈ നഗ്നന്മാർ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് കാണാം, ജൈനന്മാരെയും ബൗദ്ധന്മാരെയും കുറിച്ച് ഇതിലെല്ലാം പരാമർശിക്കുന്നത് കാണാം. അപ്പൊ അവര് വന്നിട്ട് ഈ ശൈവമതത്തിനെ അത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും ശൈവമതം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭരണാധികാരികൾ ശ്രമിക്കുന്നതുമായിട്ടുള്ള പല പല കഥകൾ. അതിലൊന്നാണ് ആഭിചാര പ്രയോഗം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നഗ്നന്മാരെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ജൈനന്മാര് വളരെ നിപുണരായിരുന്നു ആഭിചാരക്രിയയിൽ. അപ്പോൾ ചോള രാജാക്കന്മാർക്ക് മനസ്സിലായി നേരിട്ട് വന്ന് ആക്രമിച്ചാൽ തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ നഗ്നന്മാരോട് പറയാണ്, ഈ എങ്ങനെയെങ്കിലും വിക്രമപാണ്ഡ്യനെ ഒന്ന് ഭരണകൂടത്തിൽ നിന്നും ഭരണാധികാരി എന്ന പദത്തിൽ നിന്നും ആ പദവിയിൽ നിന്നും മാറ്റണം, എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇദ്ദേഹം ആണ് ഏറ്റവും നല്ല ഭരണാധികാരി എന്നുള്ള പേര് കേൾക്കും. അങ്ങനെ നഗ്നന്മാർ ആഭിചാര പ്രയോഗങ്ങളൊക്കെ തുടങ്ങി വലിയ ഹോമകുണ്ടങ്ങളൊക്കെ നിർമ്മിച്ചു. അതിൽ മന്ത്ര ജപങ്ങളൊക്കെ ആയി അതിൻ്റെ അവസാനമായിട്ട് ഒരു വലിയ ഒരു രാക്ഷസൻ, ഒരു മദയാനയുടെ രൂപത്തിൽ വരികയാണ്. അങ്ങനെ ആ മദയാനയെ കണ്ടപ്പോൾ വന്നിട്ട് ചിഹ്നം വിളിച്ചുകൊണ്ട് ആളുകളെയൊക്കെ വന്ന് വധിക്കാൻ തുടങ്ങി. അപ്പോൾ ആളുകളൊക്കെ ഭയന്ന് രാജാവിനെ വന്ന് വിളിച്ച്, രാജാവ് വന്നിട്ട് ഭഗവാനെ എന്താ ചെയ്യുക, അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ച സമയത്ത് ഒരു അശരീരി കേൾക്കാണ്. ഒരു അട്ടാള മണ്ഡപം എന്ന് പറഞ്ഞിട്ട് ഒരു മണ്ഡപം സ്ഥാപിക്കുക, 16 തൂണുകളോട് കൂടിയിട്ടുള്ള ഒരു മണ്ഡപമായിരിക്കണം, ഞാൻ അവിടെ വന്ന് മദയാനയെ നേരിട്ടോളാം എന്ന് പറയുകയാണ്. അങ്ങനെ വന്നിട്ട് അട്ടാളേശ്വരൻ എന്ന് പറഞ്ഞിട്ട് അട്ടാള സുന്ദരേശൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ കാണാം, ഒരു പ്രതിഷ്ഠയായിട്ട് തന്നെ കാണാം. അപ്പോൾ അങ്ങനെ വന്ന് മദയാനയെ വധിക്കുന്ന കഥയാണ് മദയാനയുടെ സംഹാരം എന്ന് പറഞ്ഞിട്ട് 22ാമത്തെ ലീല. അത് ഇന്നലെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇനി നമുക്ക് വായിക്കാനുള്ളത് 25ാമത്തെ വിപ്രപത്നി നിധനം എന്ന് പറഞ്ഞിട്ടുള്ള ലീലയാണ്. അപ്പോൾ കാണാലോ അല്ലേ? ഇതൊരു കോള് വന്നതായിരുന്നു. ഓക്കെ ശരി. ഓക്കെ, അങ്ങനെ വിപ്രപത്നി നിധനം എന്നുള്ള ഒരു കഥയാണ് നമ്മൾ ഈ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. രാജശേഖര പാണ്ഡ്യൻ ആണ് അതുവരെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. കുലോത്തുംഗൻ, അദ്ദേഹം സ്വർഗപദം പ്രാപിച്ചു. അങ്ങനെ കുലോത്തുംഗൻ എന്ന രാജാവായിട്ട് കിരീടധാരണം പുത്രനെ ചെയ്തു. അങ്ങനെ നല്ല ധർമ്മങ്ങളൊക്കെ ആചരിച്ചുകൊണ്ട് അദ്ദേഹം രാജ്യം ഭരിച്ചു. അങ്ങനെ ഒരുപാട് പത്നിമാരും പുത്രന്മാരും അദ്ദേഹത്തിനുണ്ടായി. പക്ഷെ അതിൽ ഏറ്റവും ഉത്തമൻ അനന്തഗുണപാണ്ഡ്യനായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ, ആ രാജ്യത്തുള്ള ഒരു ബ്രാഹ്മണൻ
തൻ്റെ ഭാര്യയും കൂട്ടി ഒരു 2 വയസ്സൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് കൂടെ ഉണ്ട്. കുഞ്ഞും അമ്മയും കൂടെ, ഒരു ഭാര്യയും ഭർത്താവും ഈ കുഞ്ഞും കൂടെ ശ്വശ്വര ഗൃഹത്തിലേക്ക് യാത്രയാവുകയാണ്, മധുരയിലേക്ക്. അങ്ങനെ വരുന്ന വഴിക്ക് അന്നൊക്കെ വളരെ വലിയ വനങ്ങളാണ് ചുറ്റുമുള്ളത്. അപ്പോൾ ഈ വനങ്ങളുടെ മധ്യത്തിലായിട്ട് ഇവരിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രാത്രി വളരെ നേരം ഇരുട്ടി തുടങ്ങി, ദാഹിച്ചു വലയുന്നുണ്ട്, ആരെയും കാണാനുമില്ല. അങ്ങനെ ഭയന്ന് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പത്നി പറയും, എനിക്കിനി ഒരു അടി പോലും നടക്കാൻ പറ്റില്ല, അത്രയും ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു, അതുകൊണ്ട് എനിക്കിനി ജലമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം ബ്രാഹ്മണൻ പറയും, ശരി അവിടെ ഇരിക്കൂ, ഞാനിപ്പോൾ വെള്ളം എവിടെയെങ്കിലും അന്വേഷിച്ച് എടുത്തു കൊണ്ടുവരാമെന്ന് പറയും. അങ്ങനെ അദ്ദേഹം കുറച്ച് ദൂരത്തേക്ക് നടന്നു പോവാണ്, വെള്ളം കിട്ടാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ ഈ പത്നിയും ഇങ്ങനെ ഒരു വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആപത്ത് കാലം കൊണ്ട് എന്ന് തന്നെ പറയണം. അവിടെ മുമ്പ് ഒരു കാട്ടാളൻ അയച്ചിരുന്ന ഒരു പ്രാവിനെ വധിക്കാൻ വേണ്ടിയിട്ട് അയച്ച ഒരു അസ്ത്രം അതവിടെ വടവൃക്ഷത്തിന്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടില്ല, അത് ഇവരിരിക്കുന്ന സമയത്ത് കണ്ടില്ല, കാരണം നേരം ഇരുട്ടി തുടങ്ങിയ സമയത്താണ്. അങ്ങനെ ഇരിക്കുന്ന ആ സ്ത്രീ അവിടെ കിടന്ന് മയങ്ങിപ്പോയി. ആ അസ്ത്രം വിധിവശാൽ അവരുടെ ദേഹത്ത് തറച്ച് അപ്പം തന്നെ രക്തം വാർന്ന് വിപ്രപത്നി മരിച്ചു. അപ്പോൾ വിപ്രൻ ജലം എവിടുന്നോ സംഭരിച്ച് വന്ന സമയത്ത് കാണുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പത്നിയാണ്. അങ്ങനെ വാവിട്ട് കരഞ്ഞുകൊണ്ട് ആ വിപ്രൻ ഓടി നടന്ന് ആരാണിത് ചെയ്തത് എന്ന് പറഞ്ഞ് ഓടി നടക്കുമ്പോൾ കുറച്ച് അകലത്തായിട്ടൊരു കാട്ടാളനെ കണ്ടു. അപ്പൊ നീ തന്നെയാണ് എൻ്റെ ഭാര്യയെ വധിച്ചത് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ കാട്ടാളനെ പിടിച്ചു വലിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ രാജാവിനോട് പറഞ്ഞു കൊടുക്കും, കാര്യങ്ങൾ പറയും. എൻ്റെ ഭാര്യ അവിടെ ക്ഷീണിച്ച് ആ വടവൃക്ഷത്തിന് ചുവട്ടിൽ കിടക്കായിരുന്നു, അപ്പോൾ അദ്ദേഹം എൻ്റെ ഭാര്യയെ വധിച്ചു. അങ്ങനെ ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞു ആ കാട്ടാളനെ ആ സമയത്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാനിത് ചെയ്തിട്ടില്ല, ഞാനത് വേറെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ ഇങ്ങോട്ട് വന്നു എന്നേ ഉള്ളൂ, നിങ്ങളെന്നെ വളരെ യാദൃശ്ചികമായിട്ട് കണ്ടതാണ്, ഞാനിപ്പോൾ ഒരു ജീവിയെപ്പോലും വധിച്ചിട്ടില്ല. അപ്പൊ പറയും അത് മനസ്സിലാവുന്നില്ല, രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല, എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. രാജാവിനും ഒരു പിടിയും കിട്ടുന്നില്ല ഈ കേസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാജാവ് വളരെ ചിന്താപരവശനായി, എന്തു ചെയ്യും ഇപ്പോൾ? അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ അദ്ദേഹം സുന്ദരേശനോട് ഭഗവാനോട് പ്രാർത്ഥിച്ചു എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം. അപ്പം എന്നിട്ട് പറയും, അപ്പം കാട്ടാളനെ തുറുങ്കിലടയ്ക്കാൻ വേണ്ടി പറയും. അപ്പം അവിടെ ഹോൾഡ് ചെയ്ത് വെക്കും. രാജാവിന് വിപ്രൻ പറയും, ഇപ്പം തന്നെ ഇയാളെ വധിക്കണം, ഈ കാട്ടാളനെ വധിക്കണം, അവന് ശിക്ഷ കിട്ടണം, എനിക്ക് അല്ലാതെ ഞാനിവിടുന്ന് പോവില്ല. അപ്പോൾ രണ്ടുപേരെയും അവിടെ ഇരുത്തി ആസനസ്ഥരാക്കി അവർക്ക് തൽക്കാലം തങ്ങാനുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുത്തു, സൗകര്യം ചെയ്തു കൊടുത്തു. എന്നിട്ട് രാജാവ് വിചാരിക്കും, ഇത് ഒരു തീരുമാനമായിട്ട് മാത്രമേ അദ്ദേഹത്തിന് ഈ കാട്ടാളനെ വധിക്കണമെന്ന് വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നതിന് മുമ്പ് എന്താണ് കാര്യം നടന്നതെന്ന് മനസ്സിലാവണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം രാത്രി കിടന്നുറങ്ങി. അപ്പോൾ അദ്ദേഹത്തിനൊരു സ്വപ്ന ദർശനം ഉണ്ടാവുകയാണ്. അപ്പോൾ അതിൽ പറയുകയാണ്, ഒരു കാര്യം ചെയ്യണം, രാത്രി ഒരു അർദ്ധരാത്രി അങ്ങനെ സമയമാകുമ്പോൾ വേഷം മാറി സഞ്ചരിക്കുക, ഈ നഗരങ്ങളിലൊക്കെ ഒന്ന് ചുറ്റി സഞ്ചരിച്ചാൽ എന്താ വിവരം ഉണ്ടായതെന്ന് മനസ്സിലാവുമെന്ന് പറയും. അങ്ങനെ അദ്ദേഹം അത് കേട്ട ഉടനെ എഴുന്നേറ്റ്, അത് രാത്രിയാണ് ഇത് ഉണ്ടാവുന്നത്, ഉടനെ തന്നെ എഴുന്നേറ്റ് അത്യാവശ്യം കുറച്ച് ആളുകളെയും കൂട്ടി സേവകരെയും കൂട്ടി വേഷം മാറി ഒരു നഗരത്തിലേക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങി, സഞ്ചരിക്കാൻ തുടങ്ങി. കുതിരപ്പുറത്ത് ഇങ്ങനെ പോയി നോക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കേൾക്കുകയാണ്, ഒരു യമകിങ്കരന്മാരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ യാത്രയൊക്കെ ചെയ്ത് അന്നങ്ങനെ നേരം വെളുത്ത് അദ്ദേഹം എത്തിച്ചേർന്നത് ഒരു വിവാഹം നടക്കുന്ന ഒരു വിവാഹ മണ്ഡപത്തിൻ്റെ അടുത്തുള്ള ഒരു വീടിൻ്റെ മുന്നിലാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അവിടെ കാത്തിരുന്നു, നോക്കി ഇത് എന്താ നടക്കുന്നത്, ഇവിടെ എന്താ ഈ രണ്ടുപേര് ഒരു കൂർത്ത ദംഷ്ട്രകളൊക്കെ ആയിട്ട് കറുത്ത വേഷത്തിലൊക്കെ ആയിട്ട് രണ്ടുപേരിങ്ങനെ ഒരു മരത്തിന്റെ പിന്നിലായി ഒളിച്ചിരുന്നു കൊണ്ട് എന്തോ സംസാരിക്കുകയാണ്. അപ്പൊ ഒന്നും അറിയാത്ത മട്ടിൽ രാജാവ് ഇങ്ങനെ പതുക്കെ പോയി നോക്കി എന്താ ഉണ്ടാവുന്നത്, നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാജാവ് കേൾക്കുകയാണ്,
ഇപ്പൊ ഇയാളെ ഇപ്പൊ സമയം ഇപ്പൊ ആവും, വിവാഹം കഴിക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ പശുവിനെ വിടാന്ന് പറയും. അപ്പോൾ രാജാവ് ചോദിക്കും, നിങ്ങൾ എന്താ സംസാരിക്കുന്നത്, ഏത് പശുവിനെ വിടുന്ന കാര്യമാണ് പറയുന്നത്? അത് നിങ്ങളിപ്പോൾ കണ്ടോളൂ. ആ വിവാഹം കഴിഞ്ഞ ഉടനെ ഇവരുടെ കർമ്മത്തിനനുസരിച്ച്, കർമ്മഗതിക്കനുസരിച്ച് ഓരോ സംഭവങ്ങളും നടക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇപ്പൊ നോക്കിക്കോളൂ, ഈ വരൻ വധുവിന്റെ കഴുത്തിൽ മംഗല്യസൂത്രം അണിയിച്ച ഉടനെ ഈ ഒരു പശു അവിടെ നിൽക്കുന്ന കണ്ടില്ലേ, അതിനെ ഞങ്ങൾ വിട്ടിട്ട് ഈ വരനെ കുത്തിക്കൊല്ലും ആ പശു. അപ്പൊ ചോദിച്ചു, അതാണ് ഇനി സംഭവിക്കേണ്ടത് എന്ന് പറയും. അപ്പോൾ ഇത് യമകിങ്കരന്മാരാണ്, ഞങ്ങൾ യമകിങ്കരന്മാരാണ്. അപ്പൊ പറയും, അതെങ്ങനെയാ, അത് ഒന്നും അറിയാത്ത പോലെ രാജാവ് ചോദിച്ചാൽ അതെങ്ങനെയാ അത് സാധിക്കുക, ഈ പശുവിനെ കുത്തിയിട്ട് അത് നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാന്ന് പറയും. ഇതാണോ ഇപ്പൊ ഇത്ര വലിയ കാര്യം? ഇന്നലെ രാത്രി ഞങ്ങൾ എന്താ ചെയ്തെന്നറിയോ? അവര് ചെയ്ത കാര്യം വീരവാദം പോലെ ഇങ്ങനെ പറയാണ്. ഞങ്ങൾ എന്താ ചെയ്തെന്നറിയോ? ഇന്നലെ രാത്രി അവിടെ ഒരു വനത്തിൽ വെച്ചിട്ട് ഒരു വിപ്രന്റെ പത്നി അവിടെ വടവൃക്ഷത്തിന്റെ അടിയിൽ കിടക്കുന്നുണ്ടായിരുന്നു, ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ മുകളിലായി, ആ വടവൃക്ഷത്തിന്റെ മുകളിലായി ഒരു അസ്ത്രം തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. മുന്നേ ഏതോ കാട്ടാളൻ വിട്ടതാണ്. അപ്പൊ ഞങ്ങൾക്ക് ആ വിപ്രപത്നിക്ക് പോകാൻ സമയമായി എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങള് ആണ് ആ ഊതിക്കൊണ്ട്, അവർ ഊതിയിട്ടാണ് ഈ അസ്ത്രം മുകളിൽ നിന്ന് താഴെ വന്ന് ആ വിപ്രപത്നിയുടെ വധം നടന്നത് എന്ന് മനസ്സിലായി. അപ്പൊ അത് പറഞ്ഞു കൊടുക്കും. അത് കേട്ടപ്പോഴാണ് രാജാവിന് ഇതാണ് സംഭവിച്ചത് എന്ന് മനസ്സിലായി. അപ്പൊ രാജാവ് ഇതിലൊന്നും ഇടപെടാൻ പോയില്ല. കാരണം നിയതിയുടെ നിയമപ്രകാരം കർമ്മത്തിന്റെ നിയമങ്ങൾ അതിനനുസരിച്ച് നടക്കും. ഓരോരുത്തർക്ക് എന്തൊക്കെ സംഭവിക്കണം എന്ന് കൃത്യമായ സമയം ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നിയതി കാര്യങ്ങൾ നടത്തും. അതിലൊന്നും രാജാവ് ഇടപെടാൻ പോയില്ല. അങ്ങനെ രാജാവ് തിരിച്ചെത്തിയിട്ട് പറയും, ബ്രാഹ്മണനെ വിളിച്ച് കാര്യം പറഞ്ഞു കൊടുക്കും, ഇതാണ് ഉണ്ടായത്, അല്ലാതെ ഇയാളല്ല, ഈ കാട്ടാളനല്ല അങ്ങയുടെ പത്നിയെ കൊന്നത് എന്ന് പറയാണ്. അങ്ങനെ ഭഗവാൻ സുന്ദരേശൻ ഈ കേസ് തെളിയിച്ച ഒരു കഥയാണ് ഈ വിപ്രപത്നി നിധനം എന്ന് പറയുന്ന പേര്. അപ്പം അങ്ങനെ ഇത് കഴിഞ്ഞതോടുകൂടി വലിയ സന്തോഷമാവും എല്ലാവർക്കും ഈ കേസ് തെളിയിച്ചതുകൊണ്ട്. അപ്പോൾ വിപ്രനും ശരി ദുഃഖമൊക്കെ ഉണ്ട്, പക്ഷെ രാജാവ് സത്യം തെളിയിച്ചല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞു. അങ്ങനെ രാജാവ് ഭക്തിയോടെ ഹാലാസിനാഥനെ വണങ്ങി മാണിക്യ വജ്ര വൈഡൂര്യങ്ങളാൽ നിർമ്മിതമായ മകുടം, കടകം, മഞ്ചീരം, മറ്റു ഭൂഷണങ്ങൾ എന്നിവ കാഴ്ചവെച്ചു ഭഗവാന്. അങ്ങനെ വിപ്രനും പല കാര്യങ്ങളും ഒരുപാട് ധനമൊക്കെ ദാനം ചെയ്ത് എല്ലാവരെയും സന്തോഷത്തോടുകൂടി തിരിച്ചയച്ചു. അടുത്തത് പിന്നെ വിപ്രപാപമോചനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ് വരുന്നത്. വിപ്രന് മനോഹരമായ അവന്തി നഗരത്തിൽ ഒരു വിപ്രനുണ്ടായിരുന്നു. അദ്ദേഹം ആ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. ആ ബ്രാഹ്മണൻ വളരെ ഏർലി ഏജിൽ, അതായത് ഒരു 10-20 വയസ്സൊക്കെ, ഒരു 10-18 വയസ്സൊക്കെ ആകുമ്പോഴേക്കും തന്നെ വിവാഹം കഴിച്ചു. അദ്ദേഹം വിവാഹം കഴിച്ച അദ്ദേഹത്തിന്റെ പത്നിയും വളരെ യങ്ങായിരുന്നു. എന്ന് വെച്ചാൽ ഒരു 13-14 വയസ്സ് ആ ഒരു പ്രായമുള്ള ഒരു കപ്പിൾസ് ആയിരുന്നു. അവർ സന്തോഷമായിട്ട് ജീവിച്ചു. കുറച്ചു കാലം ദാമ്പത്യ സുഖമൊക്കെ ആസ്വദിച്ച് ജീവിച്ച് കുറച്ചു കാലം കഴിയുമ്പോൾ അവർക്കൊരു പുത്രനുണ്ടായി. അങ്ങനെ പുത്രനുണ്ടായി. പുത്രനാണെങ്കിൽ വളരെ ദുർബുദ്ധിയായിട്ടുള്ള ഒരു പുത്രനെയാണ് അവർക്ക് കിട്ടിയത്. അങ്ങനെ ആ പുത്രൻ വളർന്നു വലുതായപ്പോൾ എല്ലാ കാമക്രോധ വികാരങ്ങൾക്ക് അടിമയാണ്. അപ്പം കാമം മൂത്ത് അദ്ദേഹം ഈ ദുർബുദ്ധിയായ പുത്രൻ എന്താ ചെയ്യുന്നത്, സ്വന്തം അമ്മയോട് തന്നെ മോഹം തോന്നുകയാണ്. അങ്ങനെയുള്ള ഒരു ദിവസമാണ് ഈ ഭർത്താവ്, ഈ ദുർബുദ്ധിയായ ഈ പുത്രന്റെ അച്ഛൻ, നമ്മുടെ ഈ പറഞ്ഞ ബ്രാഹ്മണൻ ഒരു ദിവസം യാദൃശ്ചികമായിട്ട് കാണാനിടയായി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. കാരണം അത്രയ്ക്കും കണ്ണു കാണാൻ വയ്യാത്ത, അത്രയ്ക്കും കാമാന്ധനായിട്ടുള്ള ഒരു പുത്രനാണ് അവർക്ക് കിട്ടിയത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇത് കണ്ടതോടുകൂടി വിപ്രൻ ദുഃഖിച്ച് അലറി വിളിച്ച് അങ്ങനെയൊക്കെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ വിപ്രനെ ആ നിമിഷം തന്നെ വധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പിതാവ് മരിച്ചു. മാതാവിനെയും കൂട്ടി ഈ നാട്ടിൽ നിന്നേ പോവാം എന്ന് പറഞ്ഞ് പിതാവ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ധനമൊക്കെ എടുത്ത് ഈ ദുർബുദ്ധിയായിട്ടുള്ള പുത്രൻ ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. അങ്ങനെ ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് ഒരു കാട്ടിലൂടെയാണ് പോകേണ്ടത്. കാട്ടിലൂടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കള്ളന്മാരും വന്യമൃഗങ്ങളും എല്ലാം ഉണ്ടാവും.
കണ്ടത് കുറച്ച് ആളുകൾ കണ്ടു ഇങ്ങനെ ഈ പുത്രൻ ധനം എടുത്തിട്ട് പോകാൻ നോക്കുന്നത്. അവരെന്ത് ചെയ്തു? അമ്മേനെയും കൂട്ടി ആ ധനവും വാങ്ങി അവർ പോയി. അങ്ങനെ ഈ പുത്രൻ എല്ലാം നശിച്ചവനായിട്ട്, ഇനി ഒരു ജീവിതത്തിൽ ഇനി ഒന്നുമില്ല, രക്ഷപ്പെടാൻ ഒരു വഴിയില്ല എന്ന് മനസ്സിലായി. താൻ ചെയ്ത പാപങ്ങൾ എത്ര വലുതാണെന്ന് മനസ്സിലായി ആ പുത്രൻ അതീവ ദുഃഖിതനായി പശ്ചാത്തപിക്കാൻ തുടങ്ങി. അങ്ങനെ ഇനി എനിക്ക് ജീവിക്കണ്ട, ഞാൻ എത്ര വലിയ തെറ്റാണ് ചെയ്തത് എന്ന് ദുഃഖിച്ചുകൊണ്ട് ഈ പുത്രൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ മീനാക്ഷി സുന്ദരേശന്മാർ ആ സമയത്ത് കിരാത വേഷത്തിൽ ആണുള്ളത്. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പല പല വേഷങ്ങളൊക്കെ എടുത്ത് ഈ സുന്ദരേശ ഈ മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ആ ഹാലാസ്യ ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിലായിട്ട് ഇങ്ങനെ നടക്കും. ചിലപ്പം മുരുക ഭഗവാനും ഗണപതി ഭഗവാനും ഒക്കെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന അവരിങ്ങനെ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണും ഈ പുത്രൻ ഇങ്ങനെ ഇരുന്ന് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാന് കാണും. ഭഗവാന് ഏത് മഹാപാപങ്ങളിൽ വെച്ച് മഹാപാപം ചെയ്ത ആളായാലും ഭഗവാന് എല്ലാവരോടും കാരുണ്യാണ്. ആരാണ് എന്നുള്ള യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഭഗവാൻ വന്നിട്ട് പറയും, നീ മഹാപാപികളിൽ വെച്ച് മഹാപാപിയാണ്, അതെനിക്കറിയാം. നീ ചെയ്ത പാപങ്ങൾക്ക് പശ്ചാത്താപിച്ചിട്ട് ഒരു പ്രായശ്ചിത്വം ഇല്ല, വാസ്തവത്തിലൊരു പ്രായശ്ചിത്വം ഇല്ല. പക്ഷേ നിന്നോടുള്ള കാരുണ്യം കൊണ്ട് നിന്റെ അടുത്ത് ഞാൻ അതിനുള്ള ഒരു വഴി പറയാമെന്ന് പറയാണ്. അപ്പോൾ അതിനുള്ള വഴി ഈ പാപനാശത്തിനായിട്ട് പറഞ്ഞു കൊടുക്കുന്ന വഴിയാണിത്. അപ്പൊ ഇതെല്ലാവർക്കും എന്തെങ്കിലും അങ്ങനെ പാപം ചെയ്ത് എന്തെങ്കിലും പാപമോചനം വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോലും ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ഇയാൾക്ക് ഒരു ധനവും ബാക്കിയില്ല എന്നറിയാം. അപ്പൊ ദാനം ചെയ്യണം ശരിക്കും. അപ്പൊ ഭഗവാൻ പറയും, നിനക്ക് ദാനം ചെയ്യാൻ പോലും നിനക്ക് കഴിവില്ല, നിനക്ക് എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്കറിയാതെ, അതുകൊണ്ട് നീ ഇത് ചെയ്യൂ. കറുകയും വെള്ളവും ആദരവോടെ പശുവിന് നൽകുക. എല്ലാ ദിവസവും 3 മാസത്തേക്ക് കറുകയും വെള്ളവും ആദരവോടെ പശുവിന് നൽകുക. ഭക്തിയോടുകൂടി സുന്ദരേശ ഹാലാസ്യനാഥന് ഭക്തിയോടുകൂടി പ്രദക്ഷിണം ചെയ്യുക. അവിടെ പ്രദക്ഷിണം ചെയ്യുക എന്ന് പറയുന്നത് വളരെ വിശേഷമാണ്. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുക, ഭക്ത ശുശ്രൂഷ, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക 3 മാസം. ശിവഭക്തന്മാരെയൊക്കെ ശുശ്രൂഷിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അവരെ സഹായിച്ചുകൊണ്ടിരിക്കുക. ഭഗവാന് തനിക്ക് ചെയ്തു തരുന്ന കാര്യങ്ങൾ ചെയ്തു തരുന്ന പോലെ തന്നെ അതിനേക്കാളും ആനന്ദമാണ് ഭഗവാന് തൻ്റെ ഭക്തന്മാരെ സേവിക്കുന്നവർക്ക്, ഭഗവാന് തൻ്റെ ഭക്തന്മാരെ ശുശ്രൂഷിക്കുന്നവരെ അല്ലെങ്കിൽ അവർക്ക് ദാനം ചെയ്യുന്നവരെയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം പിന്നെ വേറൊരു കാര്യം, ഭഗവാനെ അഭിഷേകം ചെയ്തിട്ടുള്ള ആ ജലം അതിൽ സ്നാനം ചെയ്യുക. പിന്നെ ഒരു ദിവസം ഒരു നേരം മാത്രം ആഹാരം കഴിച്ച്, അതേപോലെ തന്നെ ഭിക്ഷ കിട്ടുന്ന ആഹാരമായിരിക്കണം. അപ്പം അങ്ങനെ ഭിക്ഷ തേടി ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് 3 മാസം ചെയ്തു കഴിഞ്ഞാൽ നിന്റെ പാപം പൂർണ്ണമായിട്ടും നശിക്കാൻ ഞാനിത് അനുഗ്രഹിക്കുന്നു എന്ന് പറയും. അങ്ങനെ അത് കഴിഞ്ഞ് അവൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ പുത്രൻ എല്ലാ കാര്യങ്ങളും ചെയ്തു. അങ്ങനെ പാപത്തിൽ നിന്ന് മോചിതനായി പാപവിമുക്തനായി തീർന്നു. സുന്ദരേശന്റെ കാരുണ്യം, അത്യത്ഭുതമായിട്ടുള്ള സുന്ദരേശ കാരുണ്യം, ഇത് തന്നെ നമുക്ക് ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. പാപികളിൽ പാപിയായിരുന്നാലും എന്നെ ആ സർവാത്മനാ ശരണം പ്രാപിക്കുന്ന ഒരു ഭക്തന് ഞാൻ എല്ലാ പാപത്തിൽ നിന്നും മോചിപ്പിച്ചു കൊടുക്കുമെന്ന് പറയുന്നില്ല. അപ്പം ഇതെല്ലാം ഭക്തന്മാരെ രക്ഷിക്കാൻ ഉള്ള ഓരോരോ ഒരു ജഡ്ജ്മെൻറ്റും ഇല്ല ആരായാലും പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ആ ഭഗവാനെ ഞാൻ ഈ തെറ്റ് ചെയ്തുവല്ലോ, ആ പശ്ചാത്താപം ഉള്ളിലുണ്ടെങ്കിൽ, അത് യഥാർത്ഥമാണെങ്കിൽ തീർച്ചയായും, അതുപോലെ തന്നെ എനിക്ക് ഭഗവാൻ മാത്രമേ ആശ്രയമുള്ളൂ, ആ ശരണാഗതിയും ഈ രണ്ടും ഉണ്ടെങ്കിൽ തീർച്ചയായും എല്ലാ പാപത്തിൽ നിന്നും ഭഗവാൻ മോചിപ്പിച്ചു തരുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് ആചാര്യപത്നി രക്ഷണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥയാണ്. ഇതിൽ മധുരാപുരിയിൽ
ഒരു ആയുധ ശിക്ഷകനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന കഥ ശരിക്കും സ്ത്രീകൾക്ക് എങ്ങനെ അബലകളായ സ്ത്രീകളെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് സ്ത്രീകളൊന്നും ഇൻഡിപെൻഡൻ്റ് ഒന്നും ആയിരുന്നില്ല. എപ്പോഴും അവർക്ക് സപ്പോർട്ടിനായി ഒന്നുകിൽ ഭർത്താവ് അല്ലെങ്കിൽ പുത്രൻ ഇരിക്കണം എന്നാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഭഗവാൻ എങ്ങനെ അവരെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരെയും ഭഗവാൻ ഓരോ തരത്തിൽ വന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ അതിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത വിധത്തിൽ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടുകൊടുത്തി കൊടുക്കുന്നതാണ് ഇവിടെ കാണാൻ പറ്റുക. അങ്ങനെ ഒരു ആയുധ ശിക്ഷകൻ ഉണ്ടായിരുന്നു. ആയുധ ശിക്ഷകൻ എന്ന് പറഞ്ഞാൽ ഈ സൈന്യത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യലൊക്കെ ചെയ്യുന്നത് ഇവിടെയാണ്. ഈ ആയുധ ശിക്ഷകനെ ഒരുപാട് വർഷങ്ങളായി ഒരുപാട് ആളുകളെ ട്രെയിൻ ചെയ്ത് അദ്ദേഹം ഇങ്ങനെ രാജ്യത്തിന് സൈന്യം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അങ്ങനെ പരിശീലനം കൊടുത്തിട്ടുള്ള ഒരു ശിഷ്യനുണ്ട്. ആ ശിഷ്യൻ വലിയ ദുർബുദ്ധിയായിരുന്നു. ആ ശിഷ്യൻ എന്തു ചെയ്തു, ഈ പരിശീലനം കഴിഞ്ഞ് എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഗുരുവിന് വലിയ വാത്സല്യമായിരുന്നു ഇയാളോട്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാത്ത കാര്യങ്ങളും കൂടി ഏറ്റവും തൻ്റെ കയ്യിൽ ഏറ്റവും സീക്രട്ടായി വെച്ചിരിക്കുന്ന ചില ടെക്നിക്സും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, അതും കൂടി അയാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ എന്തുണ്ടായി, അതെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ ശിഷ്യൻ്റെ മട്ടുമാറി. ആ ശിഷ്യൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഗുരുവിൻ്റെ ആയുധ പരിശീലന കേന്ദ്രത്തിൻ്റെ തൊട്ടു മുന്നിലായിട്ട് ഒരു പരിശീലന കേന്ദ്രം ആ ശിഷ്യനും ഉണ്ടാക്കി. എന്നിട്ട് ഈ ഗുരു പഠിപ്പിച്ചു തന്ന കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് വേറെ ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടും ഇദ്ദേഹത്തിനെ നിന്ദിച്ചിട്ടും ഒക്കെ ജീവിക്കാൻ തുടങ്ങി അവിടെ. അങ്ങനെ വല്ലാത്ത മനോവിഷമം ഉണ്ടായി ഈ ഗുരുവിന്. ഈ ഗുരുവിൻ്റെ പത്നിയുണ്ട്. ആ പത്നിയോട് ഈ ശിഷ്യൻ, ദുർബുദ്ധിയായിട്ടുള്ള ഈ ശിഷ്യൻ വളരെ മോശമായ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് ആ ഗുരുപത്നിയെ തൻ്റെതാക്കണം, അങ്ങനെ ആ കാമാർത്തി പൂണ്ട് ആ ഗുരുപത്നിയോട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ച സമയത്ത് അവർക്ക് വലിയ ദുഃഖമുണ്ടായി. ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുക? ഭർത്താവിനോട് പറയാനുള്ള ധൈര്യവും ഇല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പറയാമെന്ന് തോന്നി. അങ്ങനെ തൻ്റെ മനസ്സിലുള്ള ഈ നിഗൂഢമായിട്ടുള്ള ഈ വിഷമം ആരോടാ ഞാനൊന്ന് പറയുക? അപ്പോൾ ധൈര്യം കിട്ടുന്നില്ല. അപ്പോൾ ഉള്ളിൽ, ഭഗവാനെ സുന്ദരേശ, എനിക്ക് മറ്റാരും ആശ്രയില്ലേ ഭഗവാനെ, അങ്ങ് തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കി തരണേ. അവർക്ക് പുറത്തിറങ്ങാൻ ഇഷ്ടമില്ല വീട്ടിൻ്റെ. അങ്ങനെയുള്ള പല പല സാഹചര്യങ്ങളും വന്നു ചേർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭഗവാനോട് ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ച സമയത്ത് ഭഗവാൻ അതിനൊരു വഴി ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് അവർക്ക്, ആ ഗുരുപത്നിക്ക് മനസ്സിൽ വന്നു. അപ്പോൾ ഒരു ദിവസം, ഒരു സോമവാര ദിവസം, തിങ്കളാഴ്ച ദിവസം ഭർത്താവ് സുന്ദരേശ ദർശനത്തിനായിട്ട് പോയിരിക്കുകയാണ് ഈ ആയുധ പരിശീലകനായ ഗുരു. അങ്ങനെ ക്ഷേത്ര ദർശനത്തിനായി പോയ സമയത്ത് ഈ ആചാര്യ പത്നി ഒറ്റയ്ക്കാണുള്ളത്. അപ്പോൾ ഒരു പ്രായമായിട്ടുള്ള ഈ ഗുരുവിന് ഒരുപാട് പ്രായമുണ്ട്. ഈ ഭർത്താവിന്, ഈ പറഞ്ഞ ആയുധ പരിശീലകനായ ഗുരുവിന് കുറച്ച് പ്രായമുണ്ട്. അപ്പോൾ ആ പ്രായമുള്ള ആ ഭർത്താവിൻ്റെ രൂപത്തിൽ ഭഗവാൻ വരികയാണ്. ആലാസ്യനാഥൻ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ടിങ്ങനെ ഒരു ഒച്ചത്തിലൊരു ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കി, ഒരു ആരവം മുഴക്കിക്കൊണ്ടൊക്കെ ഇങ്ങനെ വന്ന്, ഒരു രസികനായിട്ട് ഇങ്ങനെ വന്നിട്ട് പോയി ആ ശിഷ്യൻ്റെ ആയുധ പരിശീലന കേന്ദ്രത്തിൻ്റെ മുന്നിൽ പോയിട്ട് വെല്ലുവിളിക്കാൻ തുടങ്ങി. അല്ല, നീ വലിയ ചെറുപ്പക്കാരനല്ലേ, ഞാനൊരു വയസ്സനല്ലേ, വാ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഏറ്റുമുട്ടാൻ വാ, എനിക്കൊരാഗ്രഹം നിന്നൊന്ന് തോൽപ്പിക്കണമെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ശിഷ്യനോട് വെല്ലുവിളിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം അദ്ദേഹം, ആ ദുർബുദ്ധിയായിട്ടുള്ള ശിഷ്യൻ ഗൗനിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ശരി, എന്നെ വെല്ലുവിളിക്കാൻ മാത്രമായിട്ടുള്ളൊരു നിനക്ക് എത്ര പ്രായമുണ്ട്, എങ്ങനെയാ നിനക്ക് എന്നെ വന്ന് വെല്ലുവിളിക്കാൻ പറ്റുക പറഞ്ഞ് അഹങ്കാരിയും ദുർബുദ്ധിയായിട്ടുള്ള ഈ ശിഷ്യൻ ഇറങ്ങി വന്നു. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഈ സുന്ദരേശൻ, ഈ ഗുരു ആയുധ പരിശീലകനായി വന്നിട്ടുള്ള സുന്ദരേശൻ ആ ശിഷ്യൻ്റെ നാക്ക് അങ്ങനെ മുറിച്ചെടുത്തു. ഇത്രയും അധപ്പതിച്ച വാക്കുകൾ
ഒരു സ്ത്രീയോട്, അതും ഗുരുപത്നിയോട് പറയാൻ നിന്റെ നാക്ക് പൊന്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ നാക്ക് ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഭഗവാൻ അങ്ങനെ ഛേദിച്ചു കളഞ്ഞു. നോക്കൂ, നിയമങ്ങൾ അത്ര അത്ര സ്ട്രിക്റ്റ് ആണ്. ഭഗവാന്റെ നിയമങ്ങളൊക്കെ അങ്ങനെയാണ്. പിന്നെ കൈകള്, നിന്റെ കൈകള്, ഇങ്ങനെയുള്ള കൈകൾ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് കൈകളും ഛേദിച്ചു കഴിഞ്ഞു. വക്ഷസ്സിൽ ഒരുപാട് താടനങ്ങളും കൊടുത്തു, നന്നായി ശിക്ഷിച്ചു വിട്ടു. അലറിക്കൊണ്ട് ആ ശിഷ്യൻ ഓടിപ്പോയി. അങ്ങനെ അപ്പോൾ ഇതാർക്കും അറിയില്ല ഇത് ഭഗവാനാണ് ഈ ഗുരുവായിട്ട് വന്നിട്ട്, ഗുരുവിൻ്റെ വേഷത്തിൽ വന്നിട്ടുള്ളത്. അങ്ങനെ ഈ ഗുരു ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. അല്ല, ഇത്ര സമയം ഇവിടെ ഇത്ര സമയം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇല്ല, ഞാൻ ക്ഷേത്രത്തിൽ പോയി വരികയല്ലേ. അവ പറഞ്ഞു ഇത്ര സമയം, അപ്പൊ ഇയാളെ ശിക്ഷിച്ചത് ആരാണ്? എനിക്കൊന്നും അറിയില്ല എന്ന് പറയും അപ്പൊ ഗുരു. അപ്പോഴാണ് ഭാര്യ വേഗത്തിൽ ഭർത്താവിനെ വിളിച്ച് അകത്ത് കൊണ്ടുപോയി, നോക്കൂ, എന്നോട് ക്ഷമിക്കണം, എനിക്ക് പറയാനുള്ള ഒരു വിഷമം കൊണ്ട് ഞാൻ ഈ പ്രശ്നം പറഞ്ഞില്ല. ഞാൻ സുന്ദരേശനോട് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ അങ്ങയുടെ രൂപത്തിൽ വന്നിട്ട് ഈ ദുർബുദ്ധിയെ നന്നായിട്ട് ശിക്ഷിച്ചു വിട്ടു. ഇനി ഒരിക്കലും അവൻ്റെ ഉപദ്രവം ഉണ്ടാവാത്ത വിധത്തിൽ അവൻ്റെ നാക്ക് ഛേദിച്ചു കളഞ്ഞു, അവൻ്റെ കൈകൾ മുറിച്ചു കളഞ്ഞു. ഇങ്ങനെയൊക്കെ ചെയ്ത് ഭഗവാൻ എൻ്റെ ദുഃഖത്തിനൊരു നിവാരണം ഉണ്ടാക്കി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ രണ്ടുപേരും ഭഗവാനെ വീണ്ടും വീണ്ടും നമസ്കരിച്ച് നന്ദി പറഞ്ഞ് അങ്ങനെ ജനങ്ങളൊക്കെ ഏത് പ്രശ്നത്തിനും ഭഗവാൻ കൂടെ ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഭക്തന്മാരായി മുന്നോട്ട് നീങ്ങി. അങ്ങനെ ഈ കഥ പറയുന്നവരും കേൾക്കുന്നവരും എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം മാറി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയും. അടുത്തത് നാഗശൈല മഹാത്മ്യം എന്ന 28ാം ലീലയാണ്. അപ്പോൾ 28ാം ലീലയും 29ാം ലീലയും ഒരുമിച്ച് പറയാം. അത് ഈ നമ്മൾ പറഞ്ഞു ആഭിചാര ക്രിയകളും എല്ലാം ചെയ്ത് നഗ്നന്മാർ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ഈ പാണ്ഡ്യ രാജാക്കന്മാരെ ആക്രമിക്കാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുലോത്തുംഗ ഭൂപൻ എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മദയാനയുടെ രൂപത്തിൽ വന്നിട്ട് ആക്രമിച്ച് ആ ഒരു കഥ പറഞ്ഞില്ലേ, അതിൽ ഉണ്ടായിരുന്ന കുലോത്തുംഗ ഭൂപൻ ഈശ്വര സായുജ്യം പ്രാപിച്ചു. പുത്രന്മാരിൽ ജ്യേഷ്ഠനായ അനന്തഗുണപാണ്ഡ്യൻ രാജ്യഭാരം ഏറ്റെടുത്തു. അങ്ങനെ ആ രാജാവ് ഭഗവാന്റെ പാദാംബുജങ്ങളെ ധ്യാനിച്ച് നീതിയോടെ ഭൂപരിപാലനം നടത്തി. പോരിൽ ശത്രുക്കളെല്ലാം ജയിച്ച് പ്രശസ്തി നേടി ജനങ്ങളും സന്തുഷ്ടരായി വസിച്ചു. അങ്ങനെ ദുഷ്ടബുദ്ധികളായ നഗ്നന്മാർ ഒന്നിച്ചുകൂടി ആലോചന തുടങ്ങി. അങ്ങനെ എല്ലാവരും കൂടിച്ചേർന്നത്, ശത്രു ഭാഗത്തുള്ള എല്ലാവരും കൂടി, നഗ്നന്മാരും ചോളന്മാരും എല്ലാവരും കൂടിച്ചേർന്ന് എന്താ ചെയ്യാന്ന് നോക്കി. അങ്ങനെ അവർ എല്ലാ കർമ്മപരിപാടികൾ തുടങ്ങി. അങ്ങനെ എങ്ങനെയെങ്കിലും ഈ മഹീശനെ വധിച്ചേ തീരൂ എന്ന് പറഞ്ഞ് പലതരത്തിലുള്ള യാഗങ്ങളും ഹോമങ്ങളൊക്കെ നടത്താൻ തുടങ്ങി. അങ്ങനെ ഹോമകുണ്ടത്തിൽ നിന്ന് കാലന് തുല്യനായിട്ടുള്ള ഒരു വലിയൊരു നാഗം അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നമ്മൾ അനഗോണ്ട എന്നൊക്കെ പറയില്ലേ, അതിൻ്റെയൊക്കെ ഒരു 10-100 ഇരട്ടി വലുപ്പമുള്ള ഒരു വലിയ പർവ്വതത്തിൻ്റെ അത്രയും വലുപ്പമുള്ള ഒരു ഒരു രാക്ഷസൻ നാഗരൂപമായിട്ടാണ് വരുന്നത്. അങ്ങനെ വന്നിട്ട് എഴഞ്ഞു വന്ന് ഇത് വരുന്ന സ്ഥലത്ത് അതിൻ്റെ അമർന്നിട്ട് തന്നെ ആളുകൾ മരിക്കുന്നുണ്ട്. അങ്ങനെ ആക്രമിച്ച് വിഷം ഇങ്ങനെ ചീറ്റുകയാണ്. അപ്പോൾ ആ വിഷത്തിൻ്റെ ഇതിൽ ആളുകളൊക്കെ ബോധരഹിതരായിട്ട് വീഴുന്നു, ആളുകൾ മരിച്ചു വീഴാനൊക്കെ തുടങ്ങുന്ന സമയത്ത് രാജാവിനെ വിവരം അറിയിച്ച് രാജാവിന് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇത് അസ്ത്രങ്ങൾ കൊണ്ട് ചെയ്യേണ്ടതാണെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും, സൈന്യത്തിനെ വിളിച്ച് ഇതെന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ സുന്ദരേശ, ഭഗവാനെ അങ്ങ് മാത്രമേ ആശ്രയമായിട്ടുള്ളൂ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ച സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ മൂലലിംഗത്തിൽ നിന്ന് സിദ്ധരൂപത്തിൽ ആവിർഭവിച്ചു. എന്നിട്ട് ഭൂപാതി സർവ്വജനങ്ങളോടും കൂടി സർപ്പാന്തികത്തിൽ ചെന്ന് തൻ്റെ ജടയിൽ വിളങ്ങുന്ന ചന്ദ്രക്കലയുടെ സുധാംശുവാൽ എല്ലാവരുടെയും വിഷതാപം നശിപ്പിച്ച് തണുപ്പിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ആദ്യം മധുര എന്നുള്ള പേര് എന്താണ്? ഭഗവാൻ ചൂടുന്ന അമ്പിളിക്കലയിൽ നിന്ന് വരുന്ന പീയൂഷത്താൽ, ആ അമൃതത്താലുള്ള ആ മധുരം കൊണ്ടാണ് മധുര എന്ന് പേര് വന്നതെന്ന് പറഞ്ഞു.
അത് ഇവിടെയാണ് അത് കാണുന്നത്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു, ഈ ചന്ദ്രക്കലയിൽ നിന്ന് വരുന്ന ഈ സുധാംശുവാൽ എല്ലാവരുടെയും വിഷതാപം നശിപ്പിച്ചു. ഈ ഭഗവാൻ മൂലലിംഗത്തിൽ നിന്ന് ആവിർഭവിച്ചപ്പോൾ തന്നെ ഈ സുധാംശുവിൻ്റെ ആ വിഷം, ഈ അമൃതത്തിൽ നിന്ന് വരുന്ന ആ കിരണങ്ങൾ തന്നെ അതിൻ്റെ ആ ഓര തന്നെ ഈ വിഷത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നശിപ്പിച്ചു. എന്നിട്ട് ആ അന്തരീക്ഷം തന്നെ പരിശുദ്ധമാക്കി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അപ്പോൾ ഈ വിഷരഹിതനായി ഈശാജ്ഞയാൽ ഒരു പർവ്വതമായി തീർന്നു ആര്, ഈ പന്നക. അപ്പോൾ വിഷം അങ്ങനെ അങ്ങ് അബ്സോർബ് ചെയ്തപ്പോൾ എന്തായി, ഈ നാഗത്തിന് പിന്നെ എന്താ പവർ? ഒരു നാഗത്തിന്റെ പവർ എന്താണ്? വിഷമാണ്. വിഷം അങ്ങ് എടുത്തു കളഞ്ഞു അതിൻ്റെ. അപ്പൊ പിന്നെ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നീ ഒരു പർവ്വതമായിരിക്കട്ടെ എന്ന് പറയും. അങ്ങനെ അതൊരു പർവ്വതമായി തീർന്നു. ഇന്നും നാഗശൈലം എന്ന പേരിൽ ആ പർവ്വതം അറിയപ്പെടുന്നു. ശശാങ്ക കിരണങ്ങളാൽ ചന്ദ്രചൂടൻ വിഷത്തെ മധുരീകരിച്ചത് കൊണ്ട് ആ പുരത്തിന് മധുര എന്ന പേര് വന്നു. അപ്പോൾ ഹാലാസ്യത്തിന് അത് അങ്ങനെയാണ്. ഹാലാസ്യനായ സർപ്പം ശൈലാകൃതിയായി സമീപത്ത് വസിക്കുന്നതിനാൽ ക്ഷേത്രത്തിന് ഹാലാസ്യം എന്ന പേര് പ്രസിദ്ധമായി. ഇങ്ങനെ ഹാലാസ്യം എന്ന പേര് എങ്ങനെയൊക്കെ വന്നു എന്ന് പല പല ഡെഫിനേഷൻസും നമുക്കിതിൽ കാണാൻ പറ്റും. അങ്ങനെ അനന്തഗുണ പാണ്ഡ്യൻ സുന്ദരേശനെ കുമ്പിട്ട് കൂപ്പി സ്തുതിച്ച് സർവ്വസമ്പത്തുകളോടുകൂടി വളരെ കാലം സുഖമായി വസിച്ചു. അടുത്തത് പശുപർവ്വത വൃത്താന്തം. ഇതേപോലെ തന്നെ ഒരു ലീലയാണ് പശുപർവ്വത വൃത്താന്തം. അങ്ങനെ നാഗത്തിന്റെ ഒരു സംരംഭം പരാജയപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു നഗ്നന്മാര്? അവര് വീണ്ടും യാഗങ്ങൾ തുടങ്ങി. ഇനി അടുത്ത് വേറെ എന്തെങ്കിലും കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം, എന്നാലേ ഈ പ്രാവശ്യം രാജാവിനെ ഒടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു തീരുമാനമെടുത്ത് അവർ ഹോമകുണ്ടമൊക്കെ നിർമ്മിച്ച് ഹോമത്തോടുകൂടി ആഭിചാര കർമ്മങ്ങൾ ആരംഭിച്ചു. അഗ്നിയിൽ നിന്ന് ധേനുരൂപം പൂണ്ട ഭീകരരൂപിയായ ഒരു അസുരൻ ഉണ്ടായി വന്നു. അങ്ങനെ പശുവിൻ്റെ രൂപത്തിലുള്ള വളരെ വലിയ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭീമാകാരനായ ഒരു പശു വന്ന് ആളുകളെയൊക്കെ, അതിന് കുളമ്പടികൾക്ക് അടിയിൽ കിടന്നിട്ട് ആളുകളൊക്കെ മരിച്ചു പോവുക, ചവിട്ടി അരച്ച് വധിക്കുക ഇങ്ങനെ ആളുകളെ. അങ്ങനെ വരാൻ തുടങ്ങി. എന്നിട്ടിങ്ങനെ ഗിരികളെയൊക്കെ ഇങ്ങനെ പർവ്വതങ്ങളെയൊക്കെ കൊമ്പ് കൊണ്ട് ഇങ്ങനെ കോർത്ത് വലിച്ചെറിയാൻ തുടങ്ങി പശുക്കൾ. എന്നിട്ട് ആ പർവ്വതങ്ങളുടെ അടിയിൽ കിടന്ന് ജീവജാലങ്ങളെല്ലാം മരിച്ചു വീഴാൻ തുടങ്ങി. അങ്ങനെ വൃക്ഷങ്ങളും എല്ലാം പറന്നു പോകാൻ തുടങ്ങി. അത്രയും ഭീമാകാരനായ ഒരു പശുവാണ് വരുന്നത്. അപ്പൊ ഭഗവാനേ ചന്ദ്രചൂഡ ബാലവിലോചന പാർവതീ വല്ലഭ ഭക്തജനത്തിന്റെ മാല കെട്ടുന്ന മഹേശ്വര കാത്തുരക്ഷിച്ചാലും പ്രഭോ എന്ന് പറഞ്ഞ് ഈ പ്രജകളും രാജാവും എല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങും. സുന്ദരേശ്വര വിഗ്രഹത്തിന്റെ അടുത്ത് പോയിട്ട്, മൂലലിംഗത്തിന്റെ അടുത്ത് പോയി. അപ്പൊ ഭഗവാൻ തൻ്റെ വൃഷഭത്തിനെ ഒന്ന് നോക്കി, എന്താ അപ്പം നമ്മൾ ചെയ്യാൻ? അപ്പോൾ വൃഷഭത്തിന് കാര്യം മനസ്സിലായി, ഇത് ഞാൻ ഡീൽ ചെയ്യണം അല്ലേ, ചെയ്യാം എന്ന് പറഞ്ഞ് വൃഷഭം നേരെ പോയി. സുന്ദര രൂപിയായിട്ടുള്ളൊരു വൃഷഭമാണ് പോകുന്നത്. അപ്പൊ നമുക്കറിയാലോ ഭഗവാന്റെ വൃഷഭത്തിന്. അപ്പൊ ഈ കഴുത്തില് വലിയൊരു സ്വർണ്ണമണിയൊക്കെ കെട്ടിത്തൂക്കി, എന്നിട്ട് അതിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അത് വെളുത്ത് കൊഴുത്ത് അതിങ്ങനെ തുള്ളി തുള്ളി നടക്കുകയാണ്. അത് എല്ലാവരും കൗതുകത്തോടെ ഇത് എവിടെന്നാ വരുന്നത്? ഈ ഭൂമിയിലൊന്നും ഇത്ര മനോഹരനായിട്ടുള്ള ഒരു കാളയെ കണ്ടിട്ടേ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വിചാരിച്ച ആളുകൾ നോക്കി നിൽക്കുകയാണ്. എന്ത് ചെയ്തു? ഈ പശുവിന്റെ ഈ വളരെ ക്രോധത്തോടു കൂടി നിൽക്കുന്ന ഈ പശുവിന്റെ അടുത്ത് ഇങ്ങനെ പോയിട്ടൊന്ന് നോക്കി ഈ കാള. എല്ലാം ഈ പശുവിന്റെ ക്രോധവും എല്ലാം കഴിഞ്ഞ് ആകെ കൂടെ മോഹപരവശയായി ആ പശു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ കാളയെ. ഇത് എവിടുന്ന് വന്നു? ഇത്രയും സുന്ദര രൂപിയായിട്ടുള്ള ഒരു കാളയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ പറഞ്ഞ് ആ കാമാർത്തി പൂണ്ട ആ പശു കോപം എല്ലാം മറന്ന് ആ കാളയെ തന്നെ നോക്കി നിന്നു. അങ്ങനെ ഈ പശുവിന്റെ ഈ വൃഷഭത്തെ കണ്ട് വീര്യം സ്രവിച്ച് നിർവീര്യയായി നിമീലിത നേത്രങ്ങളോടുകൂടി ഭൂമിയിൽ പശു വീണ് യമലോകം പ്രാപിച്ചു. അങ്ങനെ ആ വീര്യം പോയി അപ്പം തന്നെ യമലോകം പ്രാപിച്ചു. അങ്ങനെ ആ പശു പർവ്വതം എന്നുള്ള പേരായി ഒരു പർവ്വതം ശിവാജ്ഞയായി ഉണ്ടായി. ആ പശുപർവ്വതത്തിനെയാണ് പിന്നീട് വൃഷഭാചലം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഈ വൃഷഭാചലത്തിന് ഒരു പ്രാധാന്യം കൂടിയുണ്ട്. ശ്രീരാമസ്വാമി സീതാദേവിയുടെ അന്വേഷണത്തിനായിട്ട് ഇങ്ങനെ യാത്ര പുറപ്പെട്ട് ആ പ്രദേശത്ത് എത്തിയ സമയത്ത് അഗസ്ത്യമുനി
സുന്ദരേശ്വരന്റെ മാഹാത്മ്യം അദ്ദേഹത്തെ വർണ്ണിച്ചു കേൾപ്പിച്ചു. രഘൂത്തമൻ ഉടനെ ഹേമപത്മാകരത്തിൽ ചെന്ന് സ്നാനം ചെയ്ത് മീനാക്ഷി ദേവിയെയും സോമസുന്ദരനെയും ഭക്തിയോടെ സ്തുതിച്ച് പൂജിച്ച് പ്രാർത്ഥിച്ചു. മഹേശ്വര, തിങ്കൾ ചൂടപ്രഭോ, മീനാക്ഷി വല്ലഭ, ഹാലാസ്യനാഥ, അങ്ങയുടെ പുണ്യക്ഷേത്രങ്ങൾ ഭൂമിയിൽ ധാരാളമുണ്ടെങ്കിലും ഹാലാസ്യതുല്യമായ ഒരു ക്ഷേത്രം മറ്റൊരിടത്തുമില്ല. അങ്ങയുടെ ലിംഗദർശനം നടത്തുന്നവർക്ക് എണ്ണമില്ലാത്ത പാപങ്ങളകന്ന് പുണ്യങ്ങൾ വർദ്ധിക്കുന്നു. ഇങ്ങനെ ഭഗവാൻ ശ്രീരാമസ്വാമി സ്തുതിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോൾ, അനുഗ്രഹിക്കണേ ഭഗവാനെ, ഞാനിങ്ങനൊരു പ്രശ്നത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ അശരീരിയായിട്ട് കേൾക്കാൻ തുടങ്ങി. ശ്രീരാമസ്വാമി, നിന്റെ കാര്യസിദ്ധ്യത്തിന് ഞാനൊരു ഉപായം പറയാം. നീ വാനരസേനയോടൊപ്പം ലങ്കയിൽ പ്രവേശിച്ച് യുദ്ധത്തിൽ രാവണനെ വധിച്ച് പതിവ്രതാ ശിരോരത്നമായ സീതയെ വീണ്ടെടുത്ത് അയോധ്യാപുരിയിലെത്തി വളരെ കാലം നീതിയോടെ ലോകപരിപാലനം ചെയ്ത് വൈകുണ്ഠലോകം പ്രാപിക്കുക. ഇങ്ങനെ ഭഗവാൻ അശരീരിയായിട്ട് അതിൽ പറഞ്ഞു. അങ്ങനെ ശ്രീരാമസ്വാമി ദേവകൽപ്പിതമനുസരിച്ച് ലങ്കയിലെത്തി രാവണ നിഗ്രഹം നടത്തി സീതയെ വീണ്ടെടുത്ത് വിഭീഷണനെ രാജാവായി വാഴിച്ചു. അങ്ങനെ രാമനാഥാഖ്യമായ ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജിക്കുകയും ചെയ്തു. അനന്തരം സീതാലക്ഷ്മണ സമേതം അയോധ്യയിൽ പ്രവേശിച്ച് അനേക വർഷം വാണരുളി. അപ്പൊ ഇതാണ് ഋഷഭാചലത്തിന്റെ കഥ. അപ്പോൾ ഈ ഋഷഭാചലത്തിലാണ് അവർ താമസിച്ചിരുന്നത്. അങ്ങനെ വന്ന് നിന്ന സമയത്ത് അവിടെ വെച്ചിട്ടാണ് അഗസ്ത്യമുനി ശ്രീഹാലാസ്യ മഹാത്മ്യത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അടുത്ത ലീലയാണ് 30-ാം ലീല, സുന്ദരേശ സേനായനം. അനന്തഗുണപാണ്ഡ്യൻ സർവലോക പ്രാപ്തിക്കു ശേഷം പുത്രനായ കുലഭൂഷണ പാണ്ഡ്യനെ രാജാവായിട്ട് വാഴിച്ചു. അപ്പോൾ ഈ കുലഭൂഷണ പാണ്ഡ്യൻ എന്ന് പേരായിട്ടുള്ള രാജാവിന് ഒരു സൈന്യാധിപതി ഉണ്ട്. ആ സൈന്യാധിപതിയുടെ പേരാണ് സുന്ദര സാമന്തൻ. അക്കാലത്ത് കിരാതന്മാരുടെ അധിപനായ ചേതി രാജാവ് കുലഭൂഷണ പാണ്ഡ്യനോട് യുദ്ധം ചെയ്യാൻ സൈന്യങ്ങളെ ശേഖരിച്ചു തുടങ്ങി. അപ്പോൾ ഇവർക്കൊരു ചാരന്മാർ വന്നിട്ട് പറയുകയാണ്, രാജാവേ, ചേതി രാജാവ് ഇങ്ങനെ ഒരു ആക്രമണത്തിന് പുറപ്പെടുന്നുണ്ട്, അവർ അതിനുള്ള പരിപാടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു, അങ്ങനെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ, നമുക്ക് സൈന്യം വളരെ കുറവാണല്ലോ, നമുക്ക് ഇത്രയൊന്നും സൈന്യം പോരാ, ഇനി ഒരുപാട് ഭടന്മാരെ റിക്രൂട്ട് ചെയ്യണം. അപ്പോൾ ഈ സൈന്യാധിപതിയോട് പറയും, എത്ര വേണമെങ്കിൽ ധനം നീ ഭണ്ഡാരത്തിൽ നിന്ന് എടുത്തോളൂ, എന്നിട്ട് നല്ലൊരു സൈന്യത്തിന് എത്രയും പെട്ടെന്ന് തയ്യാറാക്കി ഇവിടെ എത്തിക്കണം എന്ന് പറയും. അപ്പോൾ സുന്ദര സാമന്തൻ പറയും, ശരി രാജാവേ, അങ്ങ് അറിയുന്നത് പോലെ അതിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാം. സുന്ദര സാമന്തൻ പക്ഷെ വലിയ ഭക്തനാണ്. സുന്ദര സാമന്തൻ എന്ത് ചെയ്തു, ഒരുപാട് ധനം എടുത്തു ഭണ്ഡാരത്തിൽ നിന്ന്. ആ ധനം മുഴുവനും സുന്ദരേശ ക്ഷേത്രത്തിൻ്റെ അതിൻ്റെ പുനർനിർമ്മാണത്തിനും അതിനു വേണ്ട അവിടെയുള്ള ശിവഭക്തന്മാർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും എല്ലാമായിട്ടും ആ ധനം മുഴുവൻ വിനിയോഗിച്ചു. എന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ, എനിക്കറിയാം ഭഗവാൻ എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരും, ഒരു സൈന്യത്തെ ഇവിടെ എത്തിച്ചു തരുന്നു, അതുകൊണ്ട് ഭഗവാൻ തന്നെ നോക്കിക്കൊള്ളണേ, ഇത് എനിക്ക് മറ്റാരും ആശ്രയില്ല, ഭഗവാനെ മാത്രം ആശ്രയിച്ചിട്ടാണ് ഞാൻ ഇത്ര വലിയൊരു പ്രവൃത്തി ചെയ്യുന്നത് എന്ന് പറഞ്ഞ് സുന്ദര സാമന്തൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. രാജാവ് പിറ്റേ ദിവസം പറഞ്ഞു, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് രാജാവ് പറഞ്ഞു, അല്ല സുന്ദര സാമന്ത, എത്ര ദിവസമായി പോയിട്ട്, ധനമൊക്കെ എടുത്ത് പോയിട്ട് എത്ര ദിവസമായി, വേഗത്തിൽ സൈന്യത്തെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സുന്ദര സാമന്തൻ പ്രാർത്ഥിച്ചു നിൽക്കുകയാണ്. അങ്ങനെ എന്താണ് ഞാനിപ്പോൾ രാജാവിനോട് പറയുക, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭക്തവത്സലനും കൃപാനിധിയുമായിട്ടുള്ള ഭഗവാൻ ശങ്കരൻ നന്ദികേശൻ തുടങ്ങിയ ഭൂതഗണങ്ങളെ ഈ നന്ദികേശൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഭൂതഗണങ്ങളെയും പിടിച്ച് ഭടന്മാരുടെ രൂപത്തിലാക്കിയിട്ട് അവരോടെല്ലാം കൂടി ഭഗവാൻ ഇങ്ങനെ വരികയാണ്. നല്ല ഉഷാറായിട്ടുള്ള ഒരു സൈന്യാധിപന്റെ ഒരു വീരനായിട്ടുള്ള വീരശൂര പരാക്രമിയായിട്ടുള്ള ഒരു സൈന്യാധിപന്റെ രൂപത്തിൽ ഭഗവാൻ വരികയാണ്. കൂടെ നന്ദികേശൻ തുടങ്ങിയിട്ടുള്ള ഭൂതഗണങ്ങൾ മുഴുവനും ഭടന്മാരും സൈന്യമായിട്ടും വരികയാണ്. അപ്പൊ ഇങ്ങനെ വളരെ വേഗത്തിൽ കുതിരേനെ ഓടിച്ചു കൊണ്ട് വരികയാണ്. പക്ഷെ ആ രൂപം കണ്ടിട്ട് എല്ലാവരും ഭഗവാനെയാണ് നോക്കുന്നത്. ഇതാരാണ്, പുതിയ സൈന്യാധിപതിയാണോ? ആളുകളൊക്കെ ഇങ്ങനെ നോക്കുക. അപ്പം രാജാവും അദ്ദേഹത്തിനെ തന്നെയാണ് നോക്കുന്നത്. സൈന്യമൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള സൈന്യമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ പറയും, 5 തരത്തിൽ ഭഗവാൻ ഈ കുതിരകളെ ഓടിച്ച് കാണിക്കുന്നുണ്ട് രാജാവിന്. എന്നിട്ട് മനസ്സിലാക്കി കൊടുക്കും, ഞാനിതിലൊക്കെ വളരെ നിപുണനാണ്. അപ്പൊ രാജാവ് സുന്ദര സാമന്തനെ വിളിച്ചിട്ട് ചോദിക്കും, ഇതാരാ ഈ വീരനായിട്ടുള്ള ഈ കുതിരകളെ ഓടിക്കുന്ന ഈ ആളാരാണ്, എനിക്ക് പരിചയമില്ല, കണ്ടിട്ടില്ലല്ലോ എന്ന് പറയും.
അപ്പോൾ സുന്ദരസാമന്തൻ എന്താ പറയേണ്ടതെന്നറിയില്ല. അപ്പോൾ പറയും എനിക്കും അറിയില്ല, ഒരുപാട് സ്ഥലത്ത് നിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ടല്ലോ, എനിക്കറിയില്ല എന്ന് പറയും. അപ്പോൾ സുന്ദരരൂപിയായ ഇവനെയും സമീപത്തുള്ള സൈന്യത്തെയും എനിക്കറിയാൻ വയ്യാന്ന് പറയും. അങ്ങനെ നാനാദിഗന്ധങ്ങളിലുള്ളവരെ തിരിച്ചറിയുവാൻ എത്ര പ്രയാസമാണ്, എത്ര പേരുണ്ട് രാജാവേ ഈ സൈന്യത്തിൽ, എനിക്കെങ്ങനെയാ എല്ലാവരെയും അറിയാമെന്ന് ചോദിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് മഹീപതി സുന്ദരരൂപനും കൂടെയുള്ളവനും ആംഗ്യത്താൽ തൻ്റെ സമീപത്ത് വരാൻ ആജ്ഞാപിച്ചു. ഭഗവാനെ വിളിച്ചു. എന്നിട്ട് പറയും, ഇതാ നിങ്ങളുടെ ഈ കുതിര ഓടിക്കുന്നതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി, അതുകൊണ്ട് ഇതാ നിങ്ങൾക്ക് ഒരുപാട് ധനമൊക്കെ ദാനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, വരൂ വരൂ എന്ന് പറഞ്ഞ് തലകൊണ്ട് വിളിച്ചു. അപ്പോഴാണ് ഭടന്മാർ വന്നിട്ട് പറയുന്നത്, രാജാവേ ശത്രു സൈന്യം ആക്രമണമൊക്കെ നിർത്തി, കാരണം രാജാവിനെ, ആ ശത്രു സൈന്യ രാജാവിനെ, ചേതി രാജാവിനെ ഒരു സിംഹം വധിച്ചു, അതുകൊണ്ട് ഇനി അവർ വരില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി എല്ലാവരും ആശ്വാസത്തിന്റെ നെടുവീർപ്പ് വിട്ടുകൊണ്ട് രാജാവ് ഈ സുന്ദരസാമന്തനെ നന്ദി പറഞ്ഞ് ഈ സൈന്യത്തിനോട് പറഞ്ഞു, നിങ്ങളെല്ലാം തിരികെ പോയിക്കോളൂ, ഇനിയിപ്പോൾ ആവശ്യമില്ല, വേണ്ട സമയത്ത് വിളിക്കാം, ഇനിയും നിങ്ങൾ തിരികെ പോയിക്കോളൂ എന്ന് പറയും. അങ്ങനെ സൈന്യാധിപൻ സേനയോട് പിരിഞ്ഞു പോകാൻ നിർദ്ദേശിച്ചു. അങ്ങനെ സേനാനിവഹം ഒന്നോടെ മറഞ്ഞു. നൃപനും ഇതെല്ലാം ഹാലാസ്യനാഥന്റെ ലീലയാണെന്ന് ധരിച്ച് ഭഗവാന്റെ ഭക്തവാത്സല്യത്തെ വാനോളം പുകഴ്ത്തി അനന്തരം നൃപാദികൾ സുന്ദരസാമന്തനെ ആനന്ദമൂർത്തിയെ പോലെ പൂജിച്ചു. അങ്ങനെ സന്തോഷമായിട്ട് എല്ലാവരും പിരിഞ്ഞുപോയി. കുലഭൂഷണ പാണ്ഡ്യൻ വർദ്ധിച്ച ഭക്തിയോടെ ശിവപൂജയ്ക്ക് വേണ്ട പാത്രങ്ങൾ സ്വർണ്ണരത്നങ്ങളാൽ നിർമ്മിച്ച്, അപ്പോൾ കുറേ സ്വർണ്ണങ്ങളൊക്കെ എടുത്ത് ഭഗവാന് നിവേദിക്കേണ്ട പാത്രങ്ങൾ ഉണ്ടാവില്ല, നിവേദ്യ പാത്രങ്ങൾ, ആ പാത്രങ്ങളൊക്കെ സ്വർണം കൊണ്ടുണ്ടാക്കി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ക്ഷേത്രത്തിലേക്കുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരുന്ന് ഭഗവാനോടുള്ള ഭക്തിയോടുകൂടി ജീവിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 31ാമത്തെ ലീലയിൽ അനാവൃഷ്ടി വരുന്നത്. അത് 31ാമത്തെ ലീല രാജാവിന് നീതിദാനം ചെയ്യുന്നതാണ്. കുലശേഖര ഭൂഷണ പാണ്ഡ്യൻ സുന്ദരനാഥ സേവയോടെ ഒരുപാട് കാലം ജീവിച്ചു. അങ്ങനെ എന്നാലും പൂർവ്വജന്മത്തിൽ ഉണ്ടായിരുന്ന ഒരു പാപം ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഈ ബ്രാഹ്മണന്മാരെ അനാദരിക്കുക, അവർക്ക് വേണ്ടതൊന്നും കൊടുക്കില്ല. അങ്ങനെ അവരൊക്കെ ദരിദ്രന്മാരായി മാറി. അങ്ങനെ ശരിക്കും രാജ്യത്ത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഡൗൺഫോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിപ്രന്മാരെ അനാദരിച്ചപ്പോൾ ഈശ്വര പൂജകളൊന്നും നടക്കാണ്ടേ കുറഞ്ഞു വരാൻ തുടങ്ങി. അങ്ങനെ വന്ന സമയത്ത് ദേവന്മാരൊക്കെ കോപിതരായി. അവരൊന്നും വേണ്ട മഴയൊന്നും കൊടുക്കാണ്ടേ അനാവൃഷ്ടി തുടങ്ങി രാജ്യത്ത്. അനാവൃഷ്ടി തുടങ്ങിയപ്പോൾ എന്തുണ്ടായി, എല്ലാവരെയും ദാരിദ്ര്യം ബാധിച്ചു. നമ്മുടെ അപ്പൊ ഈ ഭണ്ഡാരത്തിൽ നിന്നുള്ള, ഈ ഖജനാവിൽ നിന്നുള്ള ഈ ധനമൊക്കെ എന്തിനു വേണ്ടി എടുത്തു, ഇപ്പൊ സൈന്യത്തെ എടുക്കാൻ വേണ്ടി, ഇതിനു വേണ്ടി ഉപയോഗിച്ചു. അപ്പൊ ഖജനാവില് ധനവും ഇല്ല. രാജാവ് ആകെ കൂടെ കഷ്ടത്തിലായി. എല്ലാവരെയും നന്നായിട്ടൊക്കെ എല്ലാവരെയും പരിപാലിച്ചു കൊണ്ടിരുന്ന രാജാവായിരുന്നു. പക്ഷെ ഈ ഒരൊറ്റ തെറ്റ് വരുത്തിയത് മൂലം ഭഗവാന് രാജാവിനോടുള്ള ആ കാരുണ്യം നഷ്ടപ്പെട്ടു. അതിന്റെ ഫലമായിട്ടാണ് അനാവൃഷ്ടി വരുന്നത്. അങ്ങനെ രാജ്യത്തുള്ള ആളുകളൊക്കെ പലായനം ചെയ്യാൻ തുടങ്ങി, മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കാൻ തുടങ്ങി. അങ്ങനെ രാജാവ് അത്യധികം ഭയത്തോടു കൂടി സുന്ദരേശനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കരഞ്ഞ് പ്രാർത്ഥിച്ച സമയത്ത് ഭഗവാൻ രാത്രി സ്വപ്നത്തിൽ സിദ്ധവേഷം ധരിച്ച് ദർശനം നൽകി ഇപ്രകാരം അരുളി ചെയ്തു, അല്ലയോ കുലഭൂഷണ പാണ്ഡ്യ, എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്, എൻ്റെ രൂപമാണ് വേദങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ രൂപമാണ്. ഈ വേദങ്ങൾ പഠിച്ച്, അത് ആരാണോ വേദങ്ങൾ പഠിക്കുന്നത് അവര് എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ഇപ്പൊ ആത്മജ്ഞാനം ആണ് വേദത്തിന്റെ അർത്ഥം എന്താണ്? വേദത്തിന്റെ ഏറ്റവും പരമ്പൊരുൾ, വേദാന്ത അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? സ്വരൂപജ്ഞാനം തന്നെയാണ്, ബ്രഹ്മജ്ഞാനം തന്നെയാണ്. അപ്പൊ ബ്രഹ്മജ്ഞാനം അത് അറിയുന്നവരെയും അത് പ്രചരിപ്പിക്കുന്നവരെയും വേദം പഠിക്കുന്നവരെയും പഠിപ്പിക്കുന്നവരെയും എല്ലാം എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അവരെ അനാദരവ് കാണിച്ചു നീ. ആ അനാദരവ് കാരണം എനിക്ക് വളരെ വിഷമം വന്നു. അവര് വിഷമിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വിഷമം വന്നു. അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഒരു ഗതി ഉണ്ടായത്
മഴയില്ലാതായി രാജ്യത്ത്. ഇനി മേലിലെങ്കിലും ബ്രാഹ്മണരെ പൂജിക്കുക. നീ തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ ഇനി മേലിലെങ്കിലും ബ്രഹ്മജ്ഞരായിരിക്കുന്ന ബ്രഹ്മനിഷ്ഠയിൽ ജീവിക്കുന്ന ആളുകളെ, വേദങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ, ജ്ഞാനം പ്രചരിപ്പിക്കുന്നവരൊക്കെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക എന്ന് പറയും. അപ്പോൾ എന്നിട്ട് അതിന് വേണ്ട ധനമല്ലേ നിനക്കില്ലാത്തത്, അതും ഞാൻ തരാം എന്ന് പറഞ്ഞ് സ്വപ്നത്തിലാണ് ഇതൊക്കെ കാണുന്നത്. ഒരു സ്വർണം നിറച്ചിട്ടുള്ള ഒരു കിഴി. ആ കിഴി എന്ന് പറയുന്നതിൻ്റെ നീവി എന്ന് പറഞ്ഞാൽ കിഴിയാണ്. ആ കിഴിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എത്ര എടുത്താലും അതിൽ തീരില്ല. അക്ഷയമായിട്ടുള്ള ഒരു കിഴിയാണ്. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് അടുത്തിങ്ങനെ വെച്ചു കൊടുക്കും. കുട്ടികളുടെ അടുത്ത് ഒരു കളിപ്പാട്ടം വെച്ചു കൊടുക്കുന്നത് അടുത്തിങ്ങനെ ഈ കിഴിയും വെച്ചിട്ട് ഭഗവാൻ അന്തർദാനം ചെയ്യും. അപ്പൊ ഉണർന്ന ഉടനെ, ഭഗവാന്റെ പേരക്കുട്ടിയാണ് ഇതൊക്കെ അല്ലേ, അപ്പൊ ഉണർന്ന ഉടനെ അദ്ദേഹം കാണുന്നത് എന്താ, ഈ അടുത്ത് കിടക്കുന്ന പട്ടുമെത്തയിൽ തന്നെ കാണുകയാണ് ഈ നീവി. കിഴി കണ്ട അത്ഭുതത്തോടു കൂടി ഇത് എന്താണ്ടായത്, ഓ അപ്പോൾ ഈ സ്വപ്നത്തിൽ കണ്ടതൊക്കെ സത്യമായിരുന്നു, ഭഗവാൻ ഇത് യഥാർത്ഥത്തിൽ എനിക്ക് തന്നു നിധി, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അങ്ങനെ ആനന്ദ നൃത്തം ചെയ്ത് രാജാവ് എല്ലാവരോടും ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. വന്നിട്ട് മന്ത്രിമാരോടും മറ്റും എന്നിട്ട് പറഞ്ഞു, ഈ നീവിയെ സിംഹാസനത്തിൽ വെച്ച് ശ്രീപരമേശ്വരനെ പോലെ പൂജിക്കുക. അങ്ങനെ ചെയ്ത് വിപ്രന്മാരെയൊക്കെ വിളിച്ചു വരുത്തി അവരോടൊക്കെ ക്ഷമാപണം നടത്തി അവർക്കെല്ലാം വേണ്ട വിധത്തിൽ ധനവും വസ്ത്രവും എല്ലാം നൽകി അവർക്ക് താമസിക്കാൻ അവരുടെ താമസ സൗകര്യങ്ങളെല്ലാം കുറച്ചും കൂടി മെച്ചപ്പെടുത്തി കൊടുത്ത് എല്ലാവരെയും സന്തോഷത്തോടു കൂടി പറഞ്ഞയച്ചു. അങ്ങനെ എല്ലാവരെയും പിതൃക്കളെ തൃപ്തിപ്പെടുത്തി. അങ്ങനെ ദേവന്മാരെയും മുനീന്ദ്രന്മാരെയും പിതൃക്കളെയും എല്ലാം തൃപ്തരാക്കി. അങ്ങനെ മന്ത്രിമാർ പറയുന്നതിന് അനുസരിച്ച് എല്ലാ കർമ്മങ്ങളും മുടങ്ങാതെ അനുഷ്ഠിച്ച് അപ്പോൾ രാജ്യത്ത് വീണ്ടും മഴയുണ്ടായി. അങ്ങനെ അവരുടെ ദാരിദ്ര്യവും പ്രശ്നങ്ങളും എല്ലാം മാറിയിട്ട്, അപ്പം ഇങ്ങനെ ദാരിദ്ര്യം എല്ലാം മാറ്റിത്തന്ന ഭഗവാനെ എല്ലാവരും മാരാരിപാദങ്ങളെ സേവിച്ച് രാജാവും എല്ലാവരും പ്രശംസിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി വസിച്ചു. അപ്പം ഇങ്ങനെയുള്ള കഥകൾ, ഇങ്ങനെയുള്ള ഈ 31-ാം ലീല, രാജാവിന് നീവീദാനം എന്ന ഈ ലീല പറയുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാം ഇഷ്ടം പോലെ എല്ലാ ബുദ്ധിമുട്ടുകളെല്ലാം മാറി ഇഷ്ടം പോലെ നമുക്ക് ദ്രവ്യങ്ങളും എല്ലാ തരത്തിലുള്ള ലക്ഷ്മി ഉണ്ടാവട്ടെ. ലക്ഷ്മി എന്ന് പറയുമ്പോൾ ധനം, നമ്മൾ പണം മാത്രമല്ലല്ലോ, എല്ലാ തരത്തിലുള്ള സമ്പത്തും എല്ലാം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയായിട്ട് 32-ാമത്തെ ലീല. ഇത് വളരെ രസകരമായിട്ടുള്ള ലീലയാണ്. ഹാലാസ്യനാഥന്റെ കങ്കണ വിക്രയം. ഭഗവാൻ ഇത്ര സമയം പല പല വേഷങ്ങളിൽ വന്നു. ഇത് ഇതുവരെ കാണാത്ത ഒരു ലീലയാണ്. അപ്പോൾ വളവിൽപ്പനക്കാരനായിട്ട് വരികയാണ് അവിടെ. അപ്പോൾ സ്ത്രീകൾക്ക്, അപ്പോൾ ഇതെങ്ങനെയാണ് വളവിൽപ്പനക്കാരനായിട്ടുള്ള ഒരു റോൾ എടുക്കുന്നതെന്ന് നമുക്ക് അതിൻ്റെ പൂർവജന്മത്തിൽ മുനിമാരുടെ പത്നിമാർക്ക് കിട്ടിയ ശാപത്തിൻ്റെ ഫലമായിട്ടാണ്, അവർക്ക് ശാപമോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. അതെ, എപ്പോഴാണ് ഈ ശാപം കിട്ടിയത്? ഭിക്ഷാടനം ചെയ്ത് ഭഗവാൻ ദാരുവനത്തിൽ വസിച്ചിരുന്നു. അപ്പൊ അവിടെ ഈ ഭഗവാൻ നഗ്നനായിട്ട് ആ ഒരു ഭിക്ഷാടകന്റെ രൂപത്തിൽ മുഴുവൻ ഭസ്മലേപനമൊക്കെ ചെയ്ത് രുദ്രാക്ഷങ്ങളൊക്കെ ധരിച്ച് ഒരു കയ്യിലൊരു കപാലപാത്രം, ഭിക്ഷാപാത്രം ഒക്കെ പിടിച്ച് ഇങ്ങനെ ഭിക്ഷയാചിക്കുന്ന സമയത്ത് കണ്ടപ്പോൾ തന്നെ മുനിമാരുടെ പത്നിമാർക്ക് അത്ഭുതവും മോഹവും പാരവശ്യവും ഉണ്ടായി എന്നാണ്. അപ്പൊ ഭഗവാനെ കണ്ടപ്പോൾ അവര് മുനിമാരെയൊക്കെ മറന്ന് പിന്നാലെ ഇങ്ങനെ വളരെ എന്താണ് ഈ ലോകത്ത് ഈ പരിസരങ്ങളൊക്കെ മറക്കുക എന്ന് പറയും. പരിസരങ്ങളൊക്കെ മറന്ന് എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ മറന്ന് കംപ്ലീറ്റ് ആയിട്ട് ഭഗവാന്റെ പിന്നാലെ ഇങ്ങനെ ഒരു മായാജാലത്തിൽ അകപ്പെട്ടതുപോലെ പോവാണ്. അപ്പോൾ മുനിമാർക്ക് വളരെ കോപം തോന്നി കണ്ടപ്പോൾ. ഇത്രയും നിങ്ങൾ കാമാർത്തി പൂണ്ട് നിങ്ങളിങ്ങനെ ഈ ഭിക്ഷുവിൻ്റെ പിന്നാലെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം ഇത് ഭഗവാൻ തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ ഭഗവാനോ മഹാവൈരാഗ്യമായിട്ട് നടക്കുന്നതാണ്. അപ്പം ഇവരെല്ലാവരും ഭഗവാനെ അല്ല ഈ ഭിക്ഷു ഞങ്ങൾ ഇന്ന ഭക്ഷണം തരാം, ഇന്ന ഫലങ്ങൾ തരാം, ധനം തരാം, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നാലെ പോവാണ്. അപ്പം എന്ത് ചെയ്തു? വൈരാഗ്യം, ശ്രീപരമേശ്വരന്റെ വൈരാഗ്യവും തങ്ങളുടെ ഭാര്യമാരുടെ അനുരാഗവും കണ്ടിട്ടാണ് മുനിമാർക്കൊക്കെ മനസ്സിൽ വല്ലാത്ത ഒരു വിഷമുണ്ടായി. എന്നിട്ട് പറഞ്ഞു, കാമാർത്തി പൂണ്ട് മണ്ടുന്ന സുന്ദരിമാരായ നിങ്ങൾ മധുരാപുരിയിലെ വൈശ്യർക്ക് പുത്രികളായി ജനിച്ച് ഈശ്വര സ്പർശ സൗഖ്യത്തെ നന്നായി അനുഭവിക്കുക. ശരി, നിങ്ങൾക്ക് ഭഗവാന്റെ സ്പർശനമാണല്ലേ കിട്ടേണ്ടത്, അതെല്ലാം കിട്ടി നിങ്ങൾ തൃപ്തരായിട്ട് ഇനി ഞങ്ങളുടെ അടുത്തേക്ക് വന്നാൽ മതി. അപ്പം ഭൂമിയിൽ പോയിട്ട്
വൈശ്യപുത്രികളായി വസിക്കുക എന്നുള്ള ഒരു ശാപം കൊടുത്തു. അപ്പോൾ അതിനൊരു ഭഗവാൻ ആ ഒരു ശാപത്തിന് മോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അങ്ങനെ ഒരു ദിവസം ഈ വൈശ്യ പുത്രികളായിട്ട് ഇവർ ജനിച്ചു മധുരയിൽ. അങ്ങനെ ശ്രീ പരമേശ്വരൻ അങ്ങനെ ഒരു ദിവസം രാവിലെ ഈ വൈശ്യപുത്രികളൊക്കെ ഓരോരോ ഗൃഹവേലകളിലൊക്കെ മുഴുകിയിരിക്കുന്ന സമയത്ത് ഒരു വിളി കേൾക്കാണ്, വള വേണോ വള, അങ്ങനെ തരത്തില് ഈ വളച്ചട്ടികളൊക്കെ വിളിക്കില്ലേ അതുപോലെ. അപ്പൊ എല്ലാവരും ആ വള വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഓടിപ്പോവില്ലേ, നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ വരും. അപ്പൊ ഇങ്ങനെ ഒരു പെട്ടിയൊക്കെ തുറന്ന് നിറയെ പല പല നിറത്തിലുള്ള വളകൾ ഇങ്ങനെ നിരത്തി വെക്കും. എന്തൊരു കൗതുകമാണ് ഇത് കാണാൻ. അപ്പൊ വള വേണോ വള. അപ്പൊ ഈ സ്ത്രീകളൊക്കെ എല്ലാ പണികളൊക്കെ നിർത്തി എല്ലാവരും സ്ഥലത്തും നോക്കും, ഇതാ വള വന്നിരിക്കും, ഒരു വളക്കാരൻ വന്നിട്ടുണ്ട്, വരൂ വരൂ വരൂ, എല്ലാവരും വരും. അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഉള്ള എല്ലാ പെൺകുട്ടികളെയും വിളിച്ച് എല്ലാവരും കൂടി സന്തോഷത്തോടെ ആ വളക്കാരൻ്റെ അടുത്ത് വരികയാണ്. കുറച്ചൊരു പ്രായമുള്ള ഒരു രൂപത്തിലാണ് ഭഗവാൻ വരുന്നത്, അല്ലാണ്ട് യുവാവായിട്ടല്ല ഇവിടെ വരുന്നത്. അങ്ങനെ വന്നിട്ട് പറയും, വരൂ വരൂ, നിങ്ങൾക്കെല്ലാം വേണ്ട എല്ലാ തരത്തിലുള്ള വളകളും എൻ്റെ അടുത്തുണ്ട്. പട്ടുനൂലിൽ തൂക്കിയിട്ടിട്ടുള്ള മുത്തുവളകളും ശംഖുവളകളും എല്ലാം ഇങ്ങനെ നിരന്ന് ഇരിക്കാണ് കയ്യില്. വരൂ വരൂ, ഇരിക്കൂ. അങ്ങനെ എല്ലാവരും ഇരുത്തി എല്ലാവരും എന്താ ചെയ്യുക, കൈ കാണിച്ചു കൊടുക്കില്ലേ, വള അയ്യോ ഈ വളകൾ ഇടാൻ പറ്റുന്നില്ല അല്ലേ, ഞാൻ ഇട്ട് തരാം. അങ്ങനെ ഭഗവാൻ വള ഇട്ട് കൊടുത്ത് ഓരോ പെൺകുട്ടികൾക്കും വള ഇട്ട് കൊടുത്ത് അവരുടെ ആ പൂർവ്വജന്മത്തിൽ ഉണ്ടായ ആ ആഗ്രഹം ഭഗവാനെ സ്പർശിക്കണം, ഭഗവാന്റെ കരസ്പർശനം കിട്ടണം. അങ്ങനെ ഭഗവാൻ വളകൾ ഇട്ടുകൊണ്ടിരുന്നു. ഇവർക്ക് ഭഗവാൻ അടുത്ത് വന്നിരുന്നപ്പോൾ തന്നെ അവർക്ക് വളകളോടൊക്കെ ഓർമ്മ പോയ പോലെയായി. അങ്ങനെ അവർ സ്തംഭിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അത്രയും സന്തോഷം ഈ വളക്കച്ചവടക്കാരൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ. അവരാരും വീട്ടിലേക്ക് പോകുന്നില്ല. അപ്പോൾ ആദ്യം വളയിട്ട് കൊടുത്ത ഈ പെൺകുട്ടികൾ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു ഓടി വരിക, എങ്ങനെ വള പൊട്ടിച്ചിട്ട് വരും. എന്നിട്ട് പറയുക, എന്ത് വളകളാ നിങ്ങൾ തന്നിരിക്കട്ടെ, ഈ വളകളൊക്കെ പൊട്ടിപ്പോയില്ലോ, ആ പുതിയ വള ഇട്ടതാ. അപ്പൊ ഉണ്ടാവും ഭഗവാൻ ഇങ്ങനെ നോക്കി, ഏത് നിറത്തിലുള്ള വളയാ വേണ്ട, പച്ച വളകൾ വേണം. അപ്പൊ ഇങ്ങനെ കുറച്ച് പച്ച മുത്തുകളുടെ ഒക്കെ വളകൾ എടുത്തിട്ട് മരത്തിന്റെ നിറത്തിലുള്ള മുത്തുകളുടെ വളകളൊക്കെ എടുത്തിട്ട് കൊടുക്കും. അങ്ങനെ ഓരോ പെൺകുട്ടികളും എനിക്ക് ഇങ്ങനെ പല പല വളകളൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഓരോരോ കഥകളൊക്കെ പറയും, നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത്. അങ്ങനെ ഓരോരോ കഥകളൊക്കെ പറഞ്ഞ് അവര് ദിവസം മുഴുവനും അവിടെ ഇരുന്നു. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു, ഈ വളകള് അപ്പൊ ഇതിനൊക്കെ പണം വേണ്ടേ, ഇതിനെല്ലാം എത്ര പണമായി പറയൂ. അപ്പൊ അത് വാങ്ങിക്കുന്നില്ല, അത് വാങ്ങിക്കാൻ ഞാൻ നാളെ വരാമെന്ന് പറയും. അപ്പൊ അങ്ങനെ അവരുടെ ആഗ്രഹങ്ങൾ തീരാത്ത പെൺകുട്ടികളുടെ ഈ മുനിപത്നിമാരുടെ എല്ലാവരുടെയും ആ കരസ്പർശനം കൊണ്ടുള്ള ആനന്ദം, അത് പിറ്റേ ദിവസവും ഭഗവാൻ വന്നിട്ട് എല്ലാ ഗ്രഹങ്ങളിലും ചെന്ന് സ്ത്രീകൾക്ക് ഈ പെൺകുട്ടികൾക്ക് വളകൾ കൊടുത്തു. പിന്നെയും വൈശ്യകരസ്പർശം കൊതിച്ച് കുമാരിമാർ വീണ്ടും വീണ്ടും വളകൾ ആവശ്യപ്പെട്ടു തുടങ്ങി. ചിലർ ആദ്യം കൊടുത്ത വളകൾ ഉടച്ചു കളഞ്ഞിട്ട് കുറച്ചും കൂടി ഉറപ്പുള്ള വളകൾ തരിക എന്ന് പറഞ്ഞു. അങ്ങനെ വൈശ്യൻ അവർക്ക് വളകൾ നൽകി. എന്നിട്ട് നാളെ വന്നാൽ മതി, ഇന്ന് ഞാൻ വില വാങ്ങുന്നില്ല, നാളെ ഞാൻ വന്നിട്ട് വാങ്ങിക്കൊള്ളാം, അപ്പം നിങ്ങളെ ഒന്നും കൂടി കാണാലോ എന്ന് പറയും. അങ്ങനെ വൈശ്യന്റെ സൗശീല്യാദി ഗുണങ്ങൾ കണ്ട് ജനങ്ങളൊക്കെ വിസ്മയിച്ചു. ഇങ്ങനെ ഒരു വളക്കാരനെ ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാവരും വളകൾ വിറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ പണം വാങ്ങിക്കില്ലേ, എന്താ ഇത് അത്ഭുതം തന്നെയാണല്ലോ. എല്ലാവരും അത്ഭുതപ്പെട്ടു. അങ്ങനെ പിറ്റേ ദിവസവും വന്ന് കരസ്പർശന മാത്രത്താൽ കുമാരിമാർ അത്യധികം സൗന്ദര്യവതികളായി മാറി. ഭഗവാൻ വളയിട്ട് കൊടുത്ത പെൺകുട്ടികളൊക്കെ അത്യധികം സുന്ദരികളായി മാറി. അങ്ങനെ അവരുടെ കുലത്തിന് അവരിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളും എല്ലാം നല്ല സദ്ഗുണ സമ്പന്നന്മാരായിട്ടുള്ള കുട്ടികളുണ്ടായി. അവർക്ക് കുറച്ചു കാലം കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ടായി. ആ കുലം മുഴുവനും ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ടു. ഇതാണ് ഭഗവാന്റെ വളക്കച്ചവടക്കാരനായി വന്ന ലീല. അങ്ങനെ ഈ കഥ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാം ഭഗവാന്റെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത അഷ്ടസിദ്ധി ഉപദേശം 33-ാം ലീല എന്നുള്ള ഒരു കഥയാണ്. ഇവിടെ എന്താ വരുന്നത് വെച്ചാൽ, ഹാലാസ്യത്തിൽ സപ്തപാതാള മൂലത്തിൽ നിന്ന് മൂലലിംഗം ആവിർഭവിച്ചു. അങ്ങനെ ആ സുന്ദരേശ്വര ലിംഗത്തിന്റെ അംശങ്ങൾ തന്നെയാണ് മറ്റുള്ള ക്ഷേത്രങ്ങളിലും ഉള്ളത്. അങ്ങനെ ശ്രീശങ്കരൻ
പേരാൽ ചുവട്ടിൽ ആസനസ്ഥനായി ഭൃങ്കി, നന്ദി തുടങ്ങിയ എല്ലാ ഗണങ്ങളും, അതുപോലെ തന്നെ സനകാദി മുനിമാരും, അതേപോലെ തന്നെ യക്ഷസ്ത്രീകൾ 6 യക്ഷസ്ത്രീകളും, എല്ലാ സ്കന്ദമാതൃസ്ഥാനീയരായിട്ടുള്ള 6 യക്ഷസ്ത്രീകളുണ്ടല്ലോ മുരുകൻ്റെ മാതൃസ്ഥാനത്തിരിക്കുന്ന ആ ഭക്തിയോടെ ഭസ്മരുദ്രാക്ഷാദികൾ ധരിച്ച് എല്ലാവരും ഭഗവാന്റെ അടുത്ത് നിന്ന് വിദ്യ സ്വീകരിക്കാൻ തയ്യാറായി വരികയാണ്. അങ്ങനെ ഇന്ന സമയത്ത് ഭഗവാൻ ഇങ്ങനെ സാവധാനം കേൾക്കുക. ഭഗവാൻ ഒരു പ്രത്യേകതയുണ്ട്. ഭഗവാൻ പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കണം. അത് ആരാണെങ്കിലും, ദേവിയാണെങ്കിൽ പോലും ദേവി ഒരു പ്രാവശ്യം ശപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, ശ്രദ്ധിച്ചോ കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പം എന്നിട്ടാണ് ദേവി മുക്കുവ സ്ത്രീ ആയിട്ട് വരുന്ന ഒരു കഥ ഇതിൽ തന്നെ ഉണ്ട്. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും. ഭഗവാൻ ഭോലേനാഥാണ്. ഭോലേനാഥ് എന്താ എന്ന് വെച്ചാൽ നിഷ്കളങ്കനാണ്. നിഷ്കളങ്കൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെ പോലെ. കുട്ടികൾ എന്താ ചെയ്യുക, അവരുടെ നിന്ന് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോളിപോപ്പ് നമ്മളൊന്ന് വാങ്ങി നോക്കൂ, അവർ നിലത്ത് വീണ് ഉരുണ്ട് കരയും അല്ലേ. അപ്പൊ അതുപോലെ അതെന്താണ്, അവർക്ക് ഉള്ളിൽ വെക്കാനൊന്നും അറിയില്ല. നമ്മൾക്കും പലപ്പോഴും നമ്മൾ ഉള്ളിലുള്ളത് എക്സ്പ്രസ് ചെയ്യാതെ പുറത്ത് മറ്റൊന്ന് കാണിക്കുന്നതാണ് ഇത് മനുഷ്യന്മാരുടെ ഒരു പൊതുവെ ഒരു ഇന്നത്തെ ഒരു ഫോമലായിട്ടുള്ള ഒരു രീതി എന്നുള്ള വേണേൽ പറയാം. എന്ന് വെച്ചാൽ എല്ലാറ്റിലും ഒരു സമൂഹം അംഗീകരിച്ചിട്ടുള്ള ഇന്ന രീതിയിൽ പ്രതികരിക്കണം. അത് വളരെ കൂടുതൽ കാണുക വെസ്റ്റേൺ കൺട്രീസിലാണ്. അപ്പോൾ ഫോമാലിറ്റി എന്ന് പറയുന്നത് എല്ലാവരും വളരെ ഫോമലാണ്. നമ്മൾ സാധാരണ പോലെ സംസാരിക്കുന്നത് ഒക്കെ അതൊക്കെ ഒരു മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇന്ന രീതിയിൽ ഒരു കോഡുണ്ട് അല്ലേ, ഒരു കോഡ് ഓഫ് കോണ്ടക്ട് എന്ന് പറയുന്ന ഒരു പെരുമാറുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ അപ്പോൾ ഇവിടെ ഭഗവാന് പെട്ടെന്ന് ദേഷ്യം വരും, അത് അപ്പം തന്നെ കാണിക്കുകയും ചെയ്യും. അപ്പൊ എന്താ ചെയ്തത്, ഈ യക്ഷസ്ത്രീകള് ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടു. അപ്പൊ ആദ്യം പറഞ്ഞു തുടങ്ങി എന്തൊക്കെയാണ് അഷ്ടസിദ്ധികൾ. അപ്പൊ ഇവര് പറയുകയാണ്, എല്ലാവരും കൂടി വന്നിട്ട് പറയുകയാണ് ഭഗവാനോട്, ഭഗവാനെ അഷ്ടസിദ്ധികളെ കുറിച്ച് ഉപദേശിച്ചു തന്നാലും. അപ്പൊ പറയും എൻ്റെ ദേവി, അപ്പൊ ദേവി എൻ്റെ പരാശക്തിയായിരിക്കുന്ന ദേവി, ആ ദേവിയെ പ്രാർത്ഥിക്കുന്ന മാത്രയിൽ തന്നെ അവൾ പ്രസന്നയായി അഷ്ടസിദ്ധികളും നൽകുന്നു. നിങ്ങളും ദേവിയെ സേവിക്കുക. സേവാപ്രകാരവും ഞാൻ ഉപദേശിക്കുന്നുണ്ട്. നവാവരണാഢ്യയായിട്ടും, നവാവരണത്തിൽ പൂജിക്കില്ലേ ദേവീനെ, അതുപോലെ ദേവിയെ നവാവരണാഢ്യയായിട്ടും നവനാദരൂപിണിയായും അണിമാദികളായ അഷ്ടസിദ്ധികളോടും അന്യമായ എല്ലാ ശക്തികളോടും കൂടി എൻ്റെ മടിയിൽ വസിക്കുന്നവളുമായ ദേവിയെ ഞാനെന്ന് സങ്കല്പിച്ചുകൊണ്ട് പൂജിക്കുക. അപ്പൊ രണ്ടും രണ്ടല്ല ഒന്നാണ് എന്ന ആ ഒരു സ്മരണയോടുകൂടി ഞാനായിട്ട് സങ്കല്പിച്ച് ദേവിയെ പൂജിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശിവപ്രീതിക്ക് വേണ്ടി ജ്ഞാതൃജ്ഞേയ ജ്ഞാനരൂപയും ജഗൽക്കാരണയും അഹന്തയ്ക്കൊക്കെ ആത്മാവാണ്. എല്ലാം ഞാനുണ്ട്, ഞാൻ വേറെ എന്നുള്ള ആ തോന്നലിന് തന്നെ മായാസ്വരൂപിണിയാണ് ഇതുണ്ടാക്കുന്നത്. അപ്പൊ പൂർണ്ണയാണ്, അനന്ത സുഖാത്മകയുമായ ദേവിയുടെ മൂലവിദ്യയെ ഭക്തിയോടെ നിങ്ങൾ ജപിക്കുവൻ, നിങ്ങൾക്ക് സർവ്വസിദ്ധികളും ഉണ്ടായി വരും. ഇങ്ങനെ പറഞ്ഞ് മഹേശ്വരന്റെ ഉപദേശത്തെ യക്ഷിണികൾ ശ്രദ്ധ വെച്ച് കേൾക്കാകെയ്ക്കുക. ഇങ്ങനെ ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ അഷ്ടസിദ്ധികൾ ഉണ്ടാവും, ദേവിയെ പൂജിക്കേണ്ട വിധങ്ങൾ എങ്ങനെയാണ്. പെട്ടെന്ന് ഈ യക്ഷിണികൾക്ക് പെട്ടെന്ന് ശ്രദ്ധ പോയി, വേറെ എന്തെല്ലോ ശ്രദ്ധിച്ചിരുന്നു. ഭഗവാൻ ഇങ്ങനെ കാര്യമായിട്ട് ഉപദേശിക്കുമ്പോൾ ഭഗവാന് പെട്ടെന്ന് ദേഷ്യം വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഉപദേശത്തിൽ അല്പവും ശ്രദ്ധ വയ്ക്കാത്തത് കൊണ്ട് നിങ്ങൾ ജ്ഞാനം നശിച്ചവരായി ഭൂമിയിലെ പേരാൽ ചുവട്ടിൽ ശിലകളായിത്തീരും. അങ്ങനെ വസിക്കുക എന്ന് പറയും. അപ്പോൾ അവർ ചോദിക്കും, ഭഗവാനെ ഇതിന് എപ്പോഴാണ് ശാപമോക്ഷം ഉണ്ടാവുക എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഞങ്ങൾ ശിലകളായി ഏത് ദേശത്തിലാണ് വസിക്കുന്നത്, അങ്ങയുടെ പാദസാമീപ്യം എന്നാണ് കൈവരുന്നത്, പറയൂ പ്രഭോ. ഇന്ദുചൂടൻ ശാപമോക്ഷം നൽകി. പാണ്ഡ്യദേശത്ത് ശ്രീ പട്ടമംഗളം എന്നൊരു മനോഹരമായ ഗ്രാമത്തിൽ മഹത്തായ ഒരു വടവൃക്ഷമുണ്ട്. പാവനവും ദിവ്യശക്തിയാന്വിതവുമായ കൊമ്പുകൾ തോറും മേഘങ്ങൾ വന്നിരുന്ന് വിശ്രമിക്കുക. അത്രയും വലിപ്പമുള്ള ഒരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിൽ, വടവൃക്ഷത്തിൻ്റെ താഴെ ശിലകളായി നിങ്ങൾ വസിക്കുക. ആ സമയത്ത് ഞാൻ അവിടെ വരും. അപ്പോൾ ഇത് ഏത് രൂപത്തിൽ വരും? ഹാലാസ്യ സുന്ദരേശനായിട്ട് വരും. ആ സമയത്ത് നിങ്ങൾക്ക് ശാപമോക്ഷം കിട്ടുമെന്ന് പറയും. അങ്ങനെ ഗംഗാധരൻ ഇപ്രകാരം അരുളി ചെയ്തപ്പോൾ യക്ഷസുന്ദരിമാർ ശിലാമൂർത്തികളായി വടവൃക്ഷമൂലത്തിൽ വസിച്ച് ഹാലാസ്യ സുന്ദരേശൻ ഹാലാസ്യ സുന്ദരേശനായി വന്ന ആ കാലത്ത്
യക്ഷിണിമാരുടെ സന്നിധിയിലെത്തി അഷ്ടസിദ്ധികളും ഉപദേശിച്ചു. ശാപം തീർന്നപ്പോൾ അവർ പൂർവ്വരൂപം പ്രാപിച്ച് സിദ്ധിപ്രഭാവം കൊണ്ട്. അപ്പോൾ ഈ അഷ്ടസിദ്ധികൾ ഉപദേശിച്ച സമയത്ത് തന്നെ യക്ഷിണിമാർക്ക് ഈ ആകാശത്തിലൂടെ ആകാശചാരികളായി സഞ്ചരിക്കാനൊക്കെയുള്ള സിദ്ധി കിട്ടി. അപ്പൊ തന്നെ അവരെന്ത് ചെയ്തു, ആകാശത്തിലേക്ക് ഉയർന്നിട്ട് ഇങ്ങനെ പല പല വിദ്യകളൊക്കെ ഭഗവാനെ തന്നെ കാണിച്ചു കൊടുത്ത്, എന്നിട്ടിങ്ങനെ അനന്തതയിലേക്ക് അങ്ങനെ പറന്ന് മറയാണ്. അങ്ങനെ ഭഗവാൻ അവരവർ കൈലാസത്തിലേക്ക് എത്തി ഈശ്വര പാദപങ്കജങ്ങളെ സേവിച്ച് സസുഖം വസിച്ചു. അടുത്ത 34-ാം ലീലയാണ് ചോളഭൂപന്റെ ക്ഷേത്രപ്രവേശം. ചോളഭൂപന്റെ ക്ഷേത്രപ്രവേശം എന്ന് വെച്ചാൽ ചോള രാജാവ്, ഇത്രയും നമ്മൾ പറഞ്ഞത് പാണ്ഡ്യ രാജാക്കന്മാരെ പറ്റിയാണ്. അതില് അപ്പൊ ഇതില് അത് വായിക്കാം. പരമശിവനിൽ അത്യന്ത ഭക്തനായിരുന്നു ഒരു ചോള രാജാവ് ഉണ്ടായിരുന്നു. കാന്താരഛേദി എന്നാണ് അദ്ദേഹത്തിൻ്റെ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അദ്ദേഹം കേയൂരം മകുടം എല്ലാം അലങ്കാരങ്ങളും ഉപേക്ഷിച്ച് ഭസ്മരുദ്രാക്ഷങ്ങളൊക്കെ ധരിച്ച് മഹാദേവനെ പൂജിച്ചുകൊണ്ട് ചോള മഹീപതി രാജ്യപരിപാലനം ചെയ്തു. അപ്പോൾ ഇതൊരു ചോള രാജാവാണ്. അപ്പോൾ ചോള രാജാക്കന്മാർക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല മധുരയിലേക്ക്. അപ്പോൾ എന്ത് ചെയ്തു, ആലാസ്യത്തിൻ്റെ മഹിമ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഹേമപത്മിനി തീർത്ഥക്കുളത്തിൻ്റെ മഹിമ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാജാവിനൊരാഗ്രഹം തോന്നി, എനിക്ക് എങ്ങനെയെങ്കിലും ഈ ക്ഷേത്രത്തെ ഒന്ന് ദർശിക്കണം, ഭഗവാനെ ദർശിക്കണം എന്ന് വിചാരിക്കും. അപ്പോൾ പ്രാർത്ഥിച്ച് അദ്ദേഹം ഇങ്ങനെ കഴിയുന്ന സമയത്ത് സ്വപ്നത്തിൽ ഭഗവാൻ വന്നിട്ട് പറയും, നീ ഏകനായി വന്ന് നിർഭയം എന്നെ ദർശിച്ചു പോയിക്കൊള്ളുക. അപ്പൊ ശത്രുരാജാവിനെ ആരും ഇങ്ങോട്ടേക്ക് സമ്മതിക്കില്ല വരാൻ. എന്നാലും ശത്രുവാണെങ്കിലും അദ്ദേഹത്തിന് സുന്ദരേശനിൽ ഭക്തി ഉള്ളത് കൊണ്ട് ഭഗവാന് ശത്രു മിത്രം എന്നൊന്നുമില്ല. ആരാണോ എന്നെ ഭജിക്കുന്നത് അവർക്ക് ഞാൻ അഭയം കൊടുക്കും, അവർക്ക് ഞാൻ ആനന്ദം നൽകും എന്നാണ് ഭഗവാന്റെ ഒരു പോളിസി. അങ്ങനെ വേഷപ്രച്ഛന്നനായി രാജാവ് ആരും അറിയാതെ വേഗവതി തീരത്തെത്തി ഇങ്ങനെ ചിന്തിച്ചു, എങ്ങനെയാ ഇപ്പൊ ഒന്ന് ഉള്ളിലേക്ക് കടക്കുക, വഴികളൊന്നും പരിചയമുണ്ടാവില്ല അവർക്ക്, പുതിയ സ്ഥലമല്ലേ. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു, ഒരു വേഷം മാറി ഒരു വേഷം മാറി വന്നിട്ട് ഈ ചോള രാജാവിനെ പോയിട്ട് സഹായിക്കുകയാണ്. അപ്പോൾ ഇയാളിങ്ങനെ വിചാരിക്കുകയാണ്, രാജാവിങ്ങനെ വിചാരിക്കുകയാണ്, ഈ ഒരു പാണ്ഡ്യഭൂപനെയും എനിക്ക് പേടിയാണ്, ഈ നദീനെയും പേടിയാണ്, എങ്ങനെയാണ് ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് എത്തുകയെന്ന്. അപ്പോൾ ഒരു സിദ്ധരൂപം പൂണ്ടിട്ടാണ് ഭഗവാൻ വരുന്നത്. ഭഗവാൻ വന്നിട്ട് എന്ത് ചെയ്തു, ഉത്തരദിക്കിലെ ദ്വാരത്തെ തുറന്ന് വേഗവതിയിലെ ജലം ആകെ വറ്റിച്ചു. ഒരു ഭക്തന് വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നു നോക്കൂ. ഉത്തരദിക്കിലൂടെ വന്ന് മൂലലിംഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഉത്തരദിക്കിലെ ഗോപുരദ്വാരം തുറന്ന് വേഗവതിയിലത്തെ വെള്ളമൊക്കെ വറ്റിച്ച് ആ രാജാവിനെ കൊണ്ടുവരികയാണ്. ആരും കാണാതെ വരികയാണ് രാജാവ്. രാത്രി ക്ഷേത്രമൊക്കെ അടച്ചു കഴിഞ്ഞു. അങ്ങനെ വന്നിട്ട് ഇവര് വാതിൽ തുറന്നു കൊടുത്തു, ദർശനം ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ദർശനം ചെയ്ത് ആനന്ദ ചിത്തനായി അദ്ദേഹം മനതാരിൽ ജ്ഞാനം മുളച്ചു വന്നു എന്ന് പറയുന്നത്. കണ്ട ഉടനെ തന്നെ ഭക്തിസമുദ്രത്തിൽ ആറാടി മനസ്സ് മതിമറന്നു. രോമാഞ്ച കഞ്ചുകമണിഞ്ഞ് തൊണ്ടവിറച്ച് മഹാദേവനെ സ്തുതിച്ച് സാഷ്ടാംഗം ഭൂമിയിൽ വീണു. ഭഗവാനെ, അങ്ങയുടെ കാരുണ്യം കൊണ്ടല്ലേ ഞാനിവിടെ ഒരു ദർശനത്തിന് സാധിച്ചത് എന്ന് പറഞ്ഞ് അങ്ങനെ ഭഗവാൻ പറഞ്ഞു, ചോളരാജാവേ, ഭക്തനായ പാണ്ഡ്യരാജാവിനോട് ഏറ്റുമുട്ടാൻ നിനക്ക് ശക്തിയില്ല, വേഗം ഉടനെ തന്നെ തിരിച്ചു പോവുക. എൻ്റെ പേരക്കുട്ടി ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ, നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ഇപ്പോൾ വധിക്കും, അതുകൊണ്ട് വേഗം രക്ഷപ്പെട്ടോളുക എന്ന് പറഞ്ഞ് സിദ്ധൻ അന്തർധാനം ചെയ്തു. പക്ഷെ അവിടെ ഒരു ക്ലൂ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗോപുരദ്വാരം തുറന്നില്ലേ, അത് അടയ്ക്കാൻ അവർ സീല് വെച്ചിട്ട് അടയ്ക്കുമല്ലോ, അപ്പോൾ അത് അടയ്ക്കാൻ മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആളുകൾ, അനുചരന്മാരൊക്കെ കാണുകയാണ്, ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരദ്വാരത്തിൻ്റെ ആ സീല് കാണുന്നില്ല, അത് തുറന്നിട്ടാണുള്ളത്. അതിൻ്റെ അർത്ഥം ആരോ അകത്ത് പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ രാജാവിനോട് വന്ന് പറയും, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നമുക്കറിയില്ല, ഈ ആരോ വന്നിട്ടുണ്ട്. അപ്പോൾ രാജാവിന് മനസ്സിൽ ആദ്യം ആരാ വന്നത്, ആരും അറിയാതെ ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും ആരും അറിയാണ്ട് ആരാണ് ഇവിടെ വന്നത്. രാജാവ് പറയും, ഞാനിത് അറിഞ്ഞിട്ടേ ഇനി ഭക്ഷണം കഴിക്കുള്ളൂ, ഇനി ഇത് അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ,
എന്ന് പറഞ്ഞ് രാജാവ് ഭക്ഷണം പോലും കഴിക്കില്ലെന്ന് ശപഥം ചെയ്ത് പാണ്ഡ്യഭൂപൻ നിലത്ത്, ഞാൻ ഇനി ഒരു രാജാവിൻ്റെതായിട്ട് ഒരു സുഖങ്ങളും എനിക്ക് വേണ്ട, ഞാൻ നിലത്ത് കിടന്നുറങ്ങും, ഇത് അറിയുന്നത് വരെ ആഹാരം കഴിക്കാതെ നിലത്ത് ശയനം ചെയ്ത് ഞാൻ ഈ ജീവിക്കും, ഇത് അറിയുന്നവരെ ഭഗവാൻ എനിക്ക് കാണിച്ചു തരണം. ഇങ്ങനെ വാശി പിടിച്ച് അവിടെ കിടന്ന് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഭക്തവത്സരനും കൃപാനിധിയുമായ മഹേശ്വരൻ രാജാവിന് സ്വപ്ന ദർശനം നൽകി. ചോളഭക്തിക്ക് മൂലലിംഗ ദർശനത്തിന് വേണ്ടി ഞാൻ തന്നെയാണ് ഈ കൃത്രിമം ചെയ്തതെന്ന് സുന്ദരേശ്വരൻ അരുളി ചെയ്തു. സ്വപ്നത്തിൽ നിന്നും ഉണർന്ന ഭൂപതി മന്ത്രിമാരോട് വിവരങ്ങൾ ചൊല്ലി എല്ലാവരും ഭക്തിപരവശരായി വിസ്മയത്തോടെ ഭഗവാന്റെ കാരുണ്യത്തെ പ്രശംസിച്ചു. കണ്ടു, ആരാന്നൊന്നും നോക്കാണ്ട് ഭഗവാൻ അനുഗ്രഹിക്കുന്നത് കണ്ടില്ലേ എന്നുള്ള പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഭഗവാനെ പ്രശംസിച്ച് അന്ന് തൊട്ട് ഈശ്വര പാദാംബുജങ്ങളിൽ മന്നവന് രാജാവിന് ഭക്തി അത്യധികം വർദ്ധിച്ചു. 35ാമത്തെ ലീലയാണ് സൈന്യങ്ങൾക്ക് ജലദാനം. പാണ്ഡ്യരാജാവായ കുലഭൂഷണന് 2 പുത്രന്മാർ ജനിച്ചു. അഗ്രജൻ രാജേന്ദ്രൻ, അവരജൻ രാജസിംഹൻ. 2 പുത്രന്മാർ ജനിച്ചു. ഒരാൾ രാജേന്ദ്രൻ, രണ്ടാമത് രാജസിംഹൻ. അപ്പൊ രാജേന്ദ്ര പാണ്ഡ്യൻ രാജ്യഭാരമേറ്റു. അങ്ങനെ ചോളഭൂപൻ പാണ്ഡ്യരാജാവിനെ മിത്രമാക്കുവാൻ ആഗ്രഹിച്ച് സുമുഖിയായ തൻ്റെ പുത്രിയെ രാജേന്ദ്രനെ വിവാഹം കഴിക്കാൻ. അപ്പൊ ഇവരുടെ ശത്രു രാജ്യമാണല്ലോ ചോള രാജാക്കന്മാര്. അപ്പൊ അവർക്ക് സൗഹൃദം വേണം, പാണ്ഡ്യരാജാക്കന്മാരായിട്ട് സൗഹൃദം വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അദ്ദേഹത്തിന്റെ പുത്രിയെ ഈ രാജേന്ദ്രന് വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് തീരുമാനിച്ചു. പക്ഷേ ഈ രാജേന്ദ്രന്റെ സഹോദരൻ രാജേന്ദ്ര പാണ്ഡ്യൻ എന്ന് പറയുന്ന ഒരു അത്യാഗ്രഹിയും ഒരു ദുർമതിയുമായിട്ടുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു, ഈ രാജസിംഹൻ ഈ ജ്യേഷ്ഠൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ചോളപുത്രിയെ എനിക്ക് കല്യാണം കഴിക്കണം, ഇത് ജ്യേഷ്ഠന് വേണ്ട, എനിക്കാണ് വേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹത്തോടുകൂടി ദുർബുദ്ധിയോടുകൂടി സൈന്യ സന്നാഹത്തോടുകൂടി കാഞ്ചീപുരത്തിൽ പ്രവേശിച്ച് ചോളരാജാവിനെ രാജസിംഹനെ, അപ്പം ഈ ജ്യേഷ്ഠന് വിവാഹം നിശ്ചയിച്ച് വെച്ചിട്ടുള്ള ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ അടുത്തേക്ക് സൈന്യമായിട്ട് പോവാണ്, ചോള രാജാവിൻ്റെ അടുത്തേക്ക് സൈന്യമായിട്ട് പോവാണ്. അപ്പോൾ രാജാവ് വേഗം എഴുന്നേറ്റ് ആദരപൂർവ്വം ഈ മകളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആ ആളുടെ സഹോദരനാണ് ഈ വന്നിരിക്കുന്നത്. വേഗം ആദരപൂർവ്വം അദ്ദേഹത്തിനെ സ്വീകരിച്ച് ഇരുത്തി. അപ്പോൾ എന്നിട്ട് പറയും, എന്താ വന്നതെന്ന് ചോദിക്കും. അപ്പോൾ പറയും, എനിക്ക് ഈ നമ്മളിപ്പോൾ ഇത്ര തീരുമാനിച്ചു വെച്ച ആ വിവാഹം നടക്കില്ല. കാരണം നിങ്ങളുടെ പുത്രിയെ എനിക്കാണ് വിവാഹം കഴിച്ചു തരേണ്ടത്. ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ രാജ്യം ഞാൻ നശിപ്പിക്കും. ഇങ്ങനെ പറഞ്ഞ് ഭയപ്പെടുത്തി രാജാവിനെ തൻ്റെ പുത്രിയെ ഈ രാജാവിനെ കാന്താരച്ചേതി മകളെ രാജസിംഹന് വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പോൾ കാന്താരച്ചേതി എന്ന് പറഞ്ഞിട്ടുള്ള ഈ രാജാവ്, ചോള രാജാവ് പുത്രിയെ വിവാഹം കഴിച്ചു കൊടുത്തു. പിന്നീട് ചോളഭൂപനും രാജസിംഹനും സൈന്യ സന്നാഹത്തോടു കൂടി രാജേന്ദ്രനോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. കാന്താരച്ചേതി മകളെ രാജസിംഹനെ വിവാഹം കഴിച്ചു കൊടുത്തു. ഈ അനുജന് വിവാഹം കഴിച്ചു കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ചോളഭൂപനും രാജസിംഹനും സൈന്യ സന്നാഹത്തോടു കൂടി. അപ്പം എന്തായി, ഈ അനിയൻ, ദുർബുദ്ധിയായിട്ടുള്ള അനിയന് ഭാര്യയുടെ അച്ഛൻ്റെ രാജ്യവും കൂടി കിട്ടി. അപ്പോൾ ചോള രാജാവിൻ്റെ സൗഹൃദം കൂടി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനെയും കൂട്ടി യുദ്ധത്തിന് വേണ്ടി സ്വന്തം ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് തിരിച്ചു വരികയാണ്. അപ്പം ഈ ജ്യേഷ്ഠൻ വലിയ ധൈര്യമൊന്നുമില്ല. അപ്പം ഭഗവാനെ, മഹാദേവ, ഞാൻ അല്പബലനും അനുജൻ അമിതബലനുമാണ്, ഇപ്പോൾ ഒരു വലിയ യുദ്ധം ഉണ്ടാവും, വിശ്വേകനാഥ രക്ഷിക്കണേ, എനിക്ക് മറ്റാരോടും പറയാനില്ല ഭഗവാനെ, എന്നെ കാത്തു രക്ഷിച്ചാലും എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു അശരീരി കേൾക്കാൻ തുടങ്ങി. രാജാവേ, നീ ഖേദിക്കണ്ട, നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരുന്നുണ്ട്. പുലർകാലത്ത് ചോളനോടും അനുജനോടും നീ ചെന്ന് യുദ്ധം ചെയ്യുക, ഭയം ഉപേക്ഷിച്ച് തയ്യാറാവുക. അപ്പം നാളെ ഞാൻ വന്ന് സഹായിക്കാമെന്ന് പറയും. അങ്ങനെ പ്രഭാതമായപ്പോൾ ഇദ്ദേഹം ഹാലാസ്യ സന്നിധിയിലെത്തി, ഭഗവാന്റെ സന്നിധിയിലെത്തി താണു വീണ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അനുജൻ വന്നിട്ട് പറയുക,
ഞാൻ അമിതബലനും, എന്നോട് എതിർത്താൽ നീ ജയിക്കില്ല. അപ്പൊ അതുകൊണ്ട് വേഗത്തിൽ രാജ്യം എനിക്ക് നൽകുക. അപ്പൊ ജ്യേഷ്ഠനാണ് ഇപ്പൊ രാജാവായിരിക്കുന്നത്. സിംഹനാദത്തോടു കൂടി രാജേന്ദ്ര പാണ്ഡ്യൻ ചാടി വീണ് കഠിനമായ പോര് തുടങ്ങി രണ്ടുപേരും. അങ്ങനെ പടകൾ രണ്ട് സ്ഥലത്തുമായിട്ട് അണിനിരന്നു കഴിഞ്ഞു. സകല പർവ്വതങ്ങളെയും കുലുക്കുന്നതും സപ്ത സിന്ധുക്കളെ കലക്കുകയും ആയിട്ടുള്ള കബന്ധങ്ങൾ, ഇങ്ങനെ ശരീരങ്ങൾ ഇങ്ങനെ കഴുത്ത് അറ്റിങ്ങനെ വീഴുകയാണ്. അങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സൂര്യൻ ആകാശമധ്യത്ത് വന്ന് നിന്നു. കഠിനമായ ചൂടിൽ പൊരിഞ്ഞ രണ്ട് സൈന്യവും ജലമെവിടെ പെട്ടെന്ന് സൂര്യതാപം വർദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ജലമില്ല എന്ന് പറഞ്ഞ് സൈന്യം മുഴുവൻ ആർത്തു വിളിക്കാൻ തുടങ്ങി. അങ്ങനെ കൃപാനിധിയായ പരമശിവൻ പിൻവാങ്ങിയ പാണ്ഡ്യ സൈന്യത്തെ രക്ഷിക്കുവാൻ, അപ്പൊ ഈ ജ്യേഷ്ഠന്റെ സൈന്യത്തെ രക്ഷിക്കുവാൻ വേണ്ടി എന്തു ചെയ്തു ഭഗവാൻ? മധ്യഭാഗത്ത് ഒരു പാനീയശാല, രണസ്ഥലത്ത് വിസ്തൃതമായിട്ടുള്ള ഒരു പാനീയശാല മായ കൊണ്ട് നിർമ്മിച്ചു. മധ്യഭാഗത്ത് ഒരു മഞ്ചമുണ്ടാക്കി അവിടെ ഇരിക്കാനൊരു സൗകര്യമാക്കി കൊടുത്തു ഭഗവാൻ. അങ്ങനെ പാദങ്ങളിൽ ദേവന് മഞ്ജീരമുണ്ടായി വന്നു. അരയിൽ വ്യാഘ്രചർമ്മവും ഉദ്യാനവും ധരിച്ചിരുന്നു. അങ്ങനെ ഭഗവാൻ ആണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ രുദ്രാക്ഷ ഭസ്മങ്ങൾ ശരീരത്തിൽ അണിഞ്ഞ്, വ്യാഘ്രചർമ്മം അണിഞ്ഞ്, കപർസ്ഥനായ ഗംഗയുടെ ജലം അതിൽ നിറച്ച് കിണ്ടികൊണ്ട് പാണ്ഡ്യ സൈന്യങ്ങൾക്ക് പകർന്നു. അവിടെ ഭഗവാൻ തന്നെ തൻ്റെ സ്വരൂപത്തിൽ നിന്നുകൊണ്ട് പകർന്നു കൊടുത്തു. ധാരധാരയായി ജലം പ്രവഹിക്കാൻ തുടങ്ങി. അമൃതോപമമായ ജലം പാനം ചെയ്ത് അകം കുളിർത്ത് എല്ലാവരും വീണ്ടും വീര്യത്തോടു കൂടി യുദ്ധം വീണ്ടും ആരംഭിച്ചു. ചോളഭൂപന്റെ സൈന്യം ദാഹിച്ചു വളർന്ന്, അപ്പൊ ഒരു സൈന്യത്തിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇതിപ്പോ തന്നെ ആശ്രയിച്ച ഈ ജ്യേഷ്ഠനായിട്ടുള്ള രാജാവിന് ആ സൈന്യത്തിന് മാത്രമേ, അതായത് പാണ്ഡ്യ സൈന്യത്തിന് മാത്രമേ ജലം കൊടുക്കുന്നുള്ളൂ. മറ്റേ ചോള സൈന്യത്തിന് ജലം ഇല്ലാതെ ദാഹിച്ച് വലഞ്ഞ് അവര് തോറ്റോടി പോയി. അങ്ങനെ ഭഗവാൻ അവരെ പാണ്ഡ്യ സൈന്യം പിടിച്ചു കിട്ടി. അങ്ങനെ രാജേന്ദ്രൻ ബന്ധനസ്ഥനായവരെ എടുപ്പിച്ച് ഹാലാസ്യനാഥന്റെ മുന്നിൽ കൊണ്ട് ഈ ജ്യേഷ്ഠൻ വെച്ചു കൊടുത്തു അനിയനെ, ദുർബുദ്ധിയായിട്ടുള്ള അനിയന്റെ ഭാര്യയുടെ പിതാവായിട്ടുള്ള ചോളരാജാവിനെയും. എന്നിട്ട് ചോദിക്കും, ഭഗവാനെ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അങ്ങ് ചെയ്തോളുക എന്ന് പറയും. അപ്പോൾ ഭഗവാൻ അങ്ങനെ പറഞ്ഞ് ഭഗവാൻ അവരോട് കാരുണ്യം കാണിച്ച് പറഞ്ഞപ്പോൾ ചോളഭൂപൻ 5 നാൾ അവരെ പാർപ്പിച്ച് ജയിലിലടച്ച് പിന്നെ മോചിപ്പിച്ച് പറഞ്ഞയച്ചു. എന്നിട്ട് അനുജനോട് പറയും, നീ ദുർബുദ്ധിയൊക്കെയാണ്, പക്ഷേ ഇനി നല്ല രീതിയിൽ നല്ല ബുദ്ധിയായി ഇവിടെ ജീവിച്ചാൽ നിന്നെ ഞാൻ എൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളായി ഒരു സെക്രട്ടറി ആയിട്ട് നിയമിക്കാം എന്ന് പറയും, കാര്യസ്ഥനായിട്ട് നിയമിക്കാം. രാജേന്ദ്ര പാണ്ഡ്യൻ വളരുന്ന ഭക്തിയോടെ സുന്ദരേശനെ പൂജിച്ചുകൊണ്ട് സുഖമായി വസിച്ചു. ഒരൊറ്റ ലീലയും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. രസവാദം വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണ്. അതിൽ ഭഗവാൻ ഇപ്പൊ പറഞ്ഞു, ആരെയും നോക്കാതെ, നമ്മൾ ആരാണെന്ന് നോക്കാതെ അവർക്ക് അനുഗ്രഹം ചൊരിയുന്ന ഭഗവാൻ. അപ്പോൾ പണ്ട് ഒരു പുഷ്പവനം എന്നുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഒരു വേശ്യാ സ്ത്രീയായിട്ട് ജീവിച്ചു കൊണ്ടിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ പേരായിരുന്നു ഹേമവതി. ഈ ഹേമവതി വലിയ ശിവഭക്തിയായിരുന്നു. അപ്പോൾ അവിടെ വരുന്നവരെയൊക്കെ തൻ്റെ ജോലി ഇതാണെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ വരുമാനവും അവർ ഭഗവാന് വേണ്ടിയിട്ട് ചെലവഴിച്ചുകൊണ്ടേയിരുന്നു. ശിവഭക്തന്മാരെ സ്വീകരിക്കും, അവർക്ക് ആഹാരം അന്നദാനം കൊടുക്കുകയും അങ്ങനെ ക്ഷേത്രങ്ങളിലേക്ക് വേണ്ടി പലതും കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന ഈ ശിവഭക്തിയായ ഹേമ എങ്ങനെയെങ്കിലും ഒരു വിഗ്രഹം ഉണ്ടാക്കണം, സ്വർണം കൊണ്ടുള്ള ഒരു ശിവലിംഗം ഉണ്ടാക്കിയിട്ട് ഭഗവാന് കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്നു. ഹേമനാഥ എന്നാണ് അവരുടെ പേര്. അങ്ങനെ അവര് പുഷ്പവനനാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള പുഷ്പവനനാഥന്റെ ശിവലിംഗത്തിനാണ് സ്വർണത്തിൽ ഒരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. അങ്ങനെ ആദ്യമായി ശില്പികളെ വരുത്തി മെഴുകുകൊണ്ട് ആദ്യം പ്രതിമയൊക്കെ നിർമ്മിച്ചു. പക്ഷേ സ്വർണ്ണമില്ല, ഇതിന് മാത്രം സ്വർണ്ണം എവിടെയാ? അങ്ങനെ ആഗ്രഹിച്ച് അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം സിദ്ധരൂപിയായി ഭഗവാൻ ഭസ്മരുദ്രാക്ഷങ്ങളൊക്കെ ധരിച്ച് ഇങ്ങനെ വന്നു. അങ്ങനെ സ്ഫടിക കുണ്ടലങ്ങളൊക്കെ കാതിലണിഞ്ഞ് ഹേമനാഥയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ചോദിക്കും, അങ്ങ് എന്തിനാണ് വന്നത്? ഇവരുടെ തൊഴിലിതാണ്. അപ്പോൾ അവർ അങ്ങേക്ക് ശയിക്കാനുള്ള സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് സൂചിപ്പിച്ചിട്ട് പറയും. അപ്പോൾ പറയും, ഞാൻ അതിനൊന്നും വന്നതല്ല, ഭക്തന്മാരെ ഈ ഹേമനാഥ ശുശ്രൂഷിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടിട്ട് അദ്ദേഹത്തിന് സന്തോഷം തോന്നി, ഭഗവാന് സന്തോഷം തോന്നുകയാണ്, കാരുണ്യം തോന്നുകയാണ്. എനിക്ക് ആഹാരമൊന്നും വേണ്ട എന്ന് പറയും. എനിക്കൊന്നും വേണ്ട, ഞാനിവിടെ കുറച്ച് സമയം ഇരിക്കാം എന്ന് പറയും. ആ ഒരു ഭാഗത്ത് പോയി ഭഗവാൻ ഇങ്ങനെ ഇരുന്നു. എന്നിട്ട്
ഹേമനാഥയ്ക്ക് മനസ്സിലാവുന്നില്ല എന്തിനാ വന്നിരിക്കുന്നത്, ഇയാൾ എന്തിനാ വന്നിരിക്കണമെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഈ ആഗ്രഹം മനസ്സിലായ പറയും, ഹേ സുന്ദരി, നിന്റെ അപ്പം ഇവർ പറയുന്ന ഒരു വാക്കുണ്ട് ഭഗവാനോട്, എന്നോട് കൂടി രമിക്കാനാണ് ആശയെങ്കിൽ ഭവനത്തിനുള്ളിലെ മഞ്ചത്തിൽ വരിക എന്നാണ് പറയുന്നത്. അപ്പം പറയും, ഹേ സുന്ദരി, നിന്റെ വാക്ക് കേട്ട് എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട്. നിന്നെപ്പോലെ ധർമ്മതൽപരയായി ലോകത്തിൽ മറ്റാരുമില്ല. നിത്യമല്ലാത്ത ദേഹവും വിത്തവും കൊണ്ട് ഉത്തമമായ ധർമ്മത്തെ നീ ആർജിക്കുന്നു. ധർമ്മത്തിൽ വെച്ച് ഉത്തമം ശിവധർമ്മമാണെന്ന് സത്തുക്കൾ പറയുന്നു. എന്നിട്ടും നീ ഇത്രയും ഉള്ള ധനം കൊണ്ട് നീ എല്ലാ ശിവഭക്തന്മാരെയും സേവിക്കുന്നു. അതുകൊണ്ട് നിന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം. അതിനൊരു വഴി എനിക്കുണ്ട്. രസവാദം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വഴിയാണ്. അത് ഈ ലീലയുടെ പേര് തന്നെ രസവാദം എന്നാണ്. അപ്പോൾ എന്താ രസവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭഗവാന്റെ ഒരു ആൽക്കമിസ്റ്റ് ആവുകയാണ് ഇവിടെ. എല്ലാ പറയും സുന്ദരേശ്വര, അപ്പം പറയും വീട്ടിലുള്ള വെള്ളിയും, എനിക്ക് നല്ല സാമർഥ്യമുണ്ട് രസവാദത്തിൽ, നീ ഒരു കാര്യം ചെയ്യൂ, വീട്ടിലുള്ള വെള്ളിയും ചെമ്പും ഇരുമ്പും എല്ലാ പാത്രങ്ങളും എടുത്തു കൊണ്ടുവരും എന്ന് പറയും. അപ്പോൾ സന്തുഷ്ടിയായ ഹേമനാഥ പാത്രങ്ങൾ സ്പൂണ് വരെ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി മുന്നിൽ നിരത്തി വെച്ചു. എന്നിട്ട് പറയും, തൻ ഭസ്മം കൊണ്ട് കയ്യിലെടുത്ത് പാത്രങ്ങളിൽ തൊട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇന്ന് രാത്രി മുഴുവൻ ഇവയെല്ലാം തീയിലിട്ട് വെക്കണം. ഇത് നല്ല ഒരു അഗ്നി ജ്വലിപ്പിച്ച് അതിലേക്ക് ഇതിട്ട് വെക്കണം. എന്നിട്ട് പുലർക്കാലത്ത് ചെന്ന് നോക്കുമ്പോൾ എല്ലാം സ്വർണ്ണമയമായിരിക്കും. അതുകൊണ്ട് നീ നിനക്ക് വേണ്ട പ്രതിമ നിർമ്മിക്കാനുള്ള എല്ലാം ഇതിൽ കിട്ടിക്കോളും എന്ന് പറഞ്ഞ് സിദ്ധൻ അപ്രത്യക്ഷനായി. അപ്പോൾ ഹേമനാഥ സിദ്ധനെ നമസ്കരിച്ചുകൊണ്ട് അവിടെ നിന്ന്, ഇന്ന് നീ ആദ്യം ഒരുപാട് പറയും ഇവിടെ താമസിച്ചിട്ട് പോവാം. സിദ്ധൻ മന്ദഹസിച്ചുകൊണ്ട് തേജോരൂപിയായി ഒരു നിമിഷം കൊണ്ട് ആകാശത്തിലേക്ക് പറന്നുയർന്നു എന്നാണ് പറയുന്നത്. ആകാശമാർഗേണ അപ്രത്യക്ഷയായി അവൾ അത്ഭുതാധീനയായി സുന്ദരേശ്വരനാണ് തൻ്റെ മുന്നിലുണ്ടായിരുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ഹേമനാഥ ആനന്ദത്തോടുകൂടി രാത്രി കിടന്നുറങ്ങി. രാവിലെ ചെന്ന് നോക്കി അത്ഭുതം തന്നെ, എല്ലാ പാത്രങ്ങളും സ്വർണ്ണമായിട്ട് തീർന്നിരിക്കുന്നു. ഹേമനാഥ യഥാവിധി അതുകൊണ്ട് പ്രതിമ നിർമ്മിച്ച് ശൈവാഗമജ്ഞരായ ആചാര്യന്മാരെ കൊണ്ട് അവൾ ഉത്തമ മുഹൂർത്തത്തിൽ ആ പ്രതിമയെ ഭക്തിപൂർവ്വം പ്രതിഷ്ഠിച്ചു. സുന്ദരമായ ആ പ്രതിമയ്ക്ക് തുല്യം മറ്റൊന്നില്ലെന്ന് പറഞ്ഞ് ഹേമനാഥേശനെന്നും ആ വിഗ്രഹത്തിന് ഹേമനാഥേശനെന്നും സുന്ദരനാഥനെന്നും പേര് വിളിച്ച് കൃതാർത്ഥയായി അങ്കുലി കൊണ്ട് വിരലുകൊണ്ട് ഗണ്ഡത്തിൽ തൊട്ട് മണപ്പിച്ചത് കൊണ്ട് ആ പ്രതിമയിൽ അങ്കുലി ചിഹ്നവും ഇപ്പോഴും കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. ആ പ്രതിമയിൽ നാഥേശൻ അവൾ ഉത്സവം നടത്തി കൊടുക്കുകയും ചെയ്തു. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് ബിംബത്തെ അലങ്കരിക്കുകയും ഭഗവാന്റെ കാരുണ്യം വീണ്ടും വീണ്ടും ഓർത്ത് അത്ഭുതം പൂണ്ട് അവൾ ആനന്ദത്തോടു കൂടി ജീവിച്ചു എന്നാണ്. നമുക്ക് സമയം ഒരു കഥയും കൂടി പറയാൻ സമയമുണ്ടോ? ചോളഭൂപന്റെ വാപീപതനം എന്ന് പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് കഴിയുന്ന ഒരു കഥയും കൂടിയുണ്ട്. പാണ്ഡ്യരാജാവായ രാജേന്ദ്രൻ ശിവസായുജ്യം പ്രാപിച്ചപ്പോൾ പുത്രനായ രാജേശൻ മധുരയെ ഭരിച്ചു. അങ്ങനെ രാജഗംഭീരൻ ആയിട്ട് രാജഗംഭീരൻ എന്നാണ് ആ പാണ്ഡ്യരാജാവിൻ്റെ പേര്. ഭൂമി പരിപാലനം നടത്തി. അങ്ങനെ ഈ രാജാവിൻ്റെ പുത്രൻ പുരൂഹത ജേതാവ് വിഖ്യാതനും മഹാശൂരനുമായിരുന്നു. രാജാവിൻ്റെ പുത്രൻ പാണ്ഡ്യവംശ പതാകാഖ്യൻ എല്ലാ ജനങ്ങളെയും പരമേശ ഭക്തന്മാരായി തീർത്തു. അങ്ങനെ ഒരിക്കൽ ബലവാനായ ചോളഭൂപൻ ചതുരംഗപ്പടയോടുകൂടി മധുരയെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ശത്രു സൈന്യം ആക്രമിക്കാൻ വരികയാണ്. അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് രാജാവും മന്ത്രിമാരും എല്ലാം ഇരുന്ന്, എന്താണ് ഒരു വഴി? ഈശ്വര പാദഭക്തിയാണ് എൻ്റെ ബലം, എൻ്റെ പൗരുഷത്താലല്ല ദൈവിക ബലം കൊണ്ടാണ് കാര്യസിദ്ധി ഉണ്ടാകുന്നത്, ഭഗവാനെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ 10 തേരും 100 ആനകളും 1000 കുതിരകളും 10,000 സേനാപതി ഉണ്ടായാൽ മതി, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് ജയിക്കാൻ പറ്റും, എനിക്ക് അധികം സൈന്യമൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചവരെ ഭഗവാനെ ആശ്രയിച്ചു. അങ്ങനെ സുന്ദരേശന്റെ അശരീരി വാക്യം, ഭഗവാനിൽ നിന്നൊരു അശരീരി വാക്യം ഉണ്ടായി. സുന്ദരേശ പാദശേഖര പാണ്ഡ്യ, അല്പസൈന്യത്തോടെയാണെങ്കിലും പോർക്കളത്തിൽ ചെന്ന് ചോളഭൂപനോട് പൊരുതുക, നിനക്ക് ജയം വരുത്തി തരുന്നുണ്ട്, നിന്റെ ഭക്തന്മാർക്ക് ഞാൻ ഒരിക്കലും തോൽവി വരുത്തുകയില്ല എന്ന് പറയും എന്നുള്ള അശരീരി കേൾക്കും. അങ്ങനെ ചോളരാജാവ് വരുന്ന സമയത്ത് അല്പസൈന്യമേ പാണ്ഡ്യനുള്ളൂവെങ്കിലും അരികൾക്കഥ അത് കുറച്ച് സൈന്യമേ ഉള്ളൂ, പക്ഷെ ഭഗവാന്റെ മായയാൽ അത് വലിയൊരു സൈന്യമായിട്ട് കാണപ്പെട്ടു. അങ്ങനെ അശ്വത്തിൽ കയറി കാറ്റിനെ പോലെ ശീഘ്രം അടുത്തു തുടങ്ങി. ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പാണ്ഡ്യഭൂപൻ ഒരു ക്ഷണം നിന്നുപോയി. എന്നിട്ട് അടുത്തുള്ള കുതിരപ്പുറത്ത് കയറി സുന്ദരേശൻ അവിടെ കുതിരപ്പുറത്ത് കയറിയിട്ട് ആ സമയത്ത് സുന്ദരേശൻ പ്രത്യക്ഷനായി. ഭഗവാൻ ഒരു കുതിരപ്പുറത്ത് വന്നിട്ട് അവിടെ പ്രത്യക്ഷനായി നിന്നു.
എന്നിട്ട് ശ്യാമളവർണ്ണം പൂണ്ട കോമളഗാത്രം, അങ്ങനെ ഒരു കറുത്ത നിറത്തോടു കൂടിയാണ് അന്ന് പ്രത്യക്ഷപ്പെട്ടത്. രക്തനേത്രങ്ങളും ഒക്കെ ആയിട്ട് കിരാതരൂപിയായി കാണപ്പെട്ട അഖിലേശൻ പാണ്ഡ്യസൈന്യനോട് നിൽക്കുക ചോള എന്ന് പറഞ്ഞ് അവിടെ നിന്നു ശത്രു സൈന്യത്തോട്. എന്നിട്ട് പറഞ്ഞു, പിന്നെ ഒരു വേലെടുത്ത് തൻ്റെ കരം ചുണ്ട് ചുഴറ്റി ദേവദേവൻ ചോളന്റെ കുതിരയുടെ മുഖത്ത് പ്രഹരിക്കുവാൻ തുനിഞ്ഞു. എന്താ പറഞ്ഞാൽ, ഒരു വേലെടുത്തിട്ട് ശത്രു സൈന്യത്തിന്റെ രാജാവിന്റെ കുതിരയുടെ മുഖത്തേക്ക് പ്രഹരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ചോളൻ തിരിച്ചോടി. അപ്പം രാജാവ് തിരിച്ചോടാൻ തുടങ്ങി. അപ്പൊ തന്നെ സൈന്യവും തിരിച്ചോടി. ആ സമയത്ത് എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ, പണ്ട് ജലം ഉണ്ടായിരുന്ന ഒരു വാപി, ഒരു കിണർ പോലത്തെ ഒരു പണ്ട് വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വാപി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ ജലമൊക്കെ വറ്റിപ്പോയ സമയത്ത് അതിൽ ഇപ്പോൾ ഒന്നുമില്ല, ഒരു കുഴി പോലെ വലിയൊരു കുഴിയായിട്ടാണ് അവിടെ കിടക്കുന്നത്. വലിയ ഒരു കിണറാണ്. അപ്പം പാണ്ഡ്യനും ചോളനും സൈന്യങ്ങളും കൂടി എന്ത് ചെയ്തു, അതിൽ ഈ വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ മേലെ ഇങ്ങനെ നമ്മൾ പായൽ എന്നൊക്കെ പറയില്ലേ, ചില പായലുണ്ടാവും, ഉള്ളിൽ വെള്ളമുണ്ടോ എന്താന്ന് മനസ്സിലാവില്ല. അപ്പോൾ കൽഹാരം, പത്മം, ഇങ്ങനെ താമരപ്പൂക്കളും എല്ലാം ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട് അവിടെ. ഇവര് പെട്ടെന്ന് അധികം വെളിച്ചമില്ലാത്തൊരു സാഹചര്യം കൂടി ആയപ്പോൾ ചോള രാജാവ് തിരിച്ച് ഓടി വന്ന സമയത്ത് അങ്ങനെ പോയിട്ട് ഇതിൽ പോയി പതിച്ചു. അങ്ങനെ പാണ്ഡ്യനും ഈ ജലം പാണ്ഡ്യനും ഓടി, ചോളനും സൈന്യങ്ങളും എല്ലാവരും ജലത്തിൽ പതിച്ചു. അങ്ങനെ ഭക്തവത്സനായ ദേവദേവന്റെ അനുഗ്രഹത്താൽ പാണ്ഡ്യഭൂപൻ കുതിരയോടുകൂടി മറുകര കയറി. ഭഗവാൻ എന്ത് ചെയ്തു, ഈ തന്നെ ആശ്രയിച്ചിട്ടുള്ള പാണ്ഡ്യരാജാവിനെ പതുക്കെ വെള്ളത്തിൽ നിന്ന് കരകയറ്റാൻ സഹായിച്ചു. എന്നിട്ട് പറയും, ചോളൻ വെള്ളം കുടിച്ച് അവിടെ തന്നെ മരിക്കുകയും ചെയ്തു. ശത്രു രാജാക്കളും അതിൻ്റെ സൈന്യങ്ങളും എല്ലാം അവിടെ തന്നെ മരിക്കുകയും ചെയ്തു. ഈശ്വരഹിതം തടുക്കാവതല്ലോ, സൈന്യത്തിൽ കുറേ പേർ കുളത്തിലും വീണും മരിച്ചു. അങ്ങനെ പാണ്ഡ്യസേന പിടിച്ചു കെട്ടി സുന്ദരേശ സന്നിധിയിൽ സമർപ്പിച്ചു. അങ്ങനെ നല്ല നല്ല ഗജതുരകങ്ങളെ പാണ്ഡ്യഭൂപൻ സുന്ദരേശന് കാഴ്ചവെച്ച് എന്നെ രക്ഷിക്കുന്നതിനും ശത്രുക്കളെ ശിക്ഷിക്കുന്നതിനും ഭഗവാനെ അങ്ങല്ലാതെ മറ്റാരുമില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ ചെന്നെത്തി. അന്നു തൊട്ട് സുന്ദരേശനെ ഭൂലോകവാസികൾ ആജ്ഞാദേവൻ എന്ന് വിളിച്ചു. അങ്ങനെ ഇങ്ങനെയുള്ള ഒരു ലീലയും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഇത് അവസാനിപ്പിക്കാം. അങ്ങനെ ഇത്രയധികം ലീലകൾ പറഞ്ഞ് നമ്മളെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആ സുന്ദരേശ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ കഥാകഥനം ഇവിടെ അവസാനിപ്പിക്കാം. നമഃശിവായ. നമുക്ക് ഭഗവാനെ ഉറക്കാനും കൂടി വെച്ചിട്ട് നമുക്ക് പിരിഞ്ഞു പോവാം. എന്തായാലും ഭഗവാനെയും ദേവിയെയും നമ്മൾ ആ വെള്ളിയിൽ തീർത്ത ആ ഊഞ്ഞാലിൽ ആട്ടുകെട്ടിലിൽ ഇരുത്തിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, നമ്മൾ പാടുകയാണ് ഉറക്കാൻ വേണ്ടിയിട്ടുള്ള. മനസ്സിൽ നന്നായി ധ്യാനിച്ചോളൂ. ഭൂലോക കൈലാസ, ഭൂലോക കൈലാസ, പുണ്യമായി മാം മധുരാപുരി, പുണ്യമായി മാം മധുരാപുരി, ഹാലാസ്യേ സുന്ദരേശ, ഹാലാസ്യേ സുന്ദരേശ, സദാനന്ദമേ കൺവളരായ്, സദാനന്ദമേ കൺവളരായ്. കരചരണകൃതം വാക്കായജം കർമ്മജം വാ, ശ്രവണനയനജം വാ, മാനസം വാപരാധം, വിഹിതമവിഹിതം വാ, സർവമേതത് ക്ഷമസ്വ. ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. നമഃശിവായ. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിനാ. ശിവായ.